കിച്ചൺ എൻഹാൻസ് ചെയ്യുന്നു. കോടികൾ വിറ്റുവരയില്ല D2C ബ്രാൻഡ്. ഒരു ബിസിനസ് കഴിയും, ഫ്ലോപ്പ് ആവും, നേരെ ജോലിക്ക് കയറും, കടം വീട്ടും, വീണ്ടും അടുത്തത് തുടങ്ങും, ഫ്ലോപ്പ് ആവും, വീണ്ടും കടമാവും. ഒരു സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ട് പ്രൊജക്ട് ആയിരിക്കണം. എന്നാൽ അതിൽ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ പറ്റണം, ഫ്യൂച്ചർ ഉണ്ടാവണം, സസ്റ്റൈനബിൾ ആയിരിക്കണം. ഡോക്ടർ ഒരു ഉപദേശം തന്നു, അതായത് മറ്റേ കിച്ചണിലെ പാത്രങ്ങളെ ചേഞ്ച് ചെയ്യണതിനെ കുറിച്ചൊരു. അപ്പൊ നമ്മൾ എന്തെങ്കിലും കിച്ചണിൽ യൂട്ടിലൈസേഷൻ ആരോഗ്യമായിട്ട് എന്താണ് ബന്ധം? പക്ഷേ ഇവിടെ എന്താ പ്രശ്നം? ഓർഗാനിക് ഫുഡ് നമ്മൾ കാശ് കൂടുതൽ കൊടുത്ത് വാങ്ങും നമ്മുടെ ആരോഗ്യം നന്നാക്കാൻ. പക്ഷെ ഇവിടെ കൊണ്ടുവന്ന് വെക്കണ ഉണ്ടാക്കണ പാത്രവും അത് കഴുകണ ക്ലീനിങ് സൊല്യൂഷനും കെമിക്കലാണ്. കുറേശ്ശെ ആയിട്ട് ദിവസവും ഇച്ചിരിച്ച വിഷം കഴിക്കുന്നതിന് തുല്യമാണ് ഇത്തരം പാത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ആമസോണിൽ നമ്മൾ ബിൽഡ് ചെയ്ത വിസിബിലിറ്റി ഒറ്റ അടിക്കാണ്ട് താഴത്തേക്ക് പോയി. അപ്പോ ഇവൻ പറഞ്ഞത് നമ്മൾ ഈ സാധനം വാങ്ങിക്കുന്നു, അത് വിൽക്കുന്നു, അപ്പൊ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് കാശ് വരുന്നു. അടുത്ത സാധനം നമ്മൾ വാങ്ങിക്കുന്നു, വീണ്ടും അടുത്തത് വാങ്ങിക്കുന്നു. ഞാനത് പറയാത്തോണ്ട് ഈ ബിസിനസ് നമുക്ക് ഇത്തരം സംഗതികളിൽ എന്തിലിറങ്ങിയാണെങ്കിലും നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു നോളജ് ഇല്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടും. നമ്മൾ ടെക്കല്ല, നമ്മൾ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആണ്, ഇവര് ടെക്കാണ് പറയണത്. അപ്പൊ അവിടെ നിന്നിട്ട് ഈ വെബ്സൈറ്റ് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും വാങ്ങും. അപ്പൊ നമ്മൾ ഇത് അത്ര മോശമാണോ? പുള്ളിയെ ഫസ്റ്റ് വന്നപ്പോ പറഞ്ഞത്, നിങ്ങൾക്ക് ആവശ്യമുള്ള ടീം ആരോ അത് നിങ്ങൾ ഹയർ ചെയ്തു, അതിൽ പൈസ നോക്കരുത് എന്നാണ് ഫസ്റ്റ് തന്ന ഉപദേശം. അപ്പൊ നമുക്ക് കോൺഫിഡൻസ് ആയി. അതാണ് ഈ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ കൂടെ ചിലപ്പോ ഒരു 5 മിനിറ്റ് ഇരുന്നാലും ഭയങ്കരമായിട്ട് നമ്മളെ ചേഞ്ച് ചെയ്യും. നമ്മൾ പറയുന്ന ആശയത്തില് നമ്മൾ വിൽക്കുന്ന പ്രോഡക്റ്റിലും 100% സത്യസന്ധത നമ്മൾ കാണിക്കുകയാണെങ്കിൽ ഏതോ ഒരു ശക്തി നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടുവരും. നമ്മളെ തുടങ്ങുന്ന സമയത്ത് ഇവിടെ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഇല്ല. നമ്മൾ ഇവിടെ പലതും ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. എഗെയിൻ ഇത് കണ്ടന്റ് ചെയ്യുമ്പോൾ കച്ചവടം വരും, കച്ചവടം ചെയ്യുമ്പോൾ കണ്ടന്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ് നമ്മൾ. രണ്ട് മാസം മുമ്പ് ഞങ്ങൾ കൊച്ചിയിൽ ഒരു മീറ്റപ്പ് നടത്തിയിരുന്നു. ഈക്കോ മീറ്റപ്പ് എല്ലാ ക്വാർട്ടറിലും ഏതെങ്കിലുമൊക്കെ സിറ്റീസിൽ നമ്മൾ നടത്താറുണ്ട്. അന്ന് ഞാനൊരു പുതിയ അവതാരത്തിനെ കണ്ടു. അവർ ചെയ്യുന്നത് പറഞ്ഞാൽ കിച്ചൺ എൻഹാൻസ് ചെയ്യുന്നു. അതൊരു D2C ബ്രാൻഡ്, കോടികൾ വിറ്റുവരയില്ല ഒരു D2C ബ്രാൻഡ്. അന്ന് ഞാൻ ആദ്യമായിട്ട് മൂപ്പരെ കാണാണ്. അബിൻ എന്നാണ് പേര്. അപ്പം അന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അന്ന് നമ്മൾ പരിചയപ്പെട്ടു, മനസ്സിലാക്കി. ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട് നമുക്കൊരു എപ്പിസോഡ് ചെയ്യാനിട്ട്. കാരണം അവരെന്താണോ മനസ്സിലാക്കിയത് അത് നിങ്ങളെ പഠിപ്പിക്കുകയായിരുന്നല്ലോ ഞങ്ങളുടെ ഉദ്ദേശം. സോ ദേ ആർ ഹിയർ നൗ. പക്ഷേ മൂപ്പരെ കൂടെ മൂപ്പരെ കോഫൗണ്ടർ വന്നിട്ട് നോക്കിയപ്പോൾ കോഫൗണ്ടർ മൂപ്പര അമ്മോനാ. സോ ഇത് ഫാമിലി ബിസിനസ്സാണ്. വെൽക്കം ടു ദ ഷോ അബിൻ. സിദ്ദീഖി. നിങ്ങൾ എക്സ് ഫറൂഖ് കോളേജാന്ന് പറഞ്ഞു. അതെ. എവിടെ നിന്നാണ് നിങ്ങളെ കഥ തുടങ്ങുന്നത്? ഞാൻ അബിനിലേക്ക് വരാം, പക്ഷെ ആദ്യം അമ്മോ നമുക്ക് കുറച്ച് റെസ്പെക്ട് കൊടുക്കാം. നിങ്ങൾ ഫാറൂഖ് കോളേജ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രീ ഡിഗ്രി ചെയ്തത് മഹാരാഷ്ട്രയിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫാറൂഖ് കോളേജിലേക്ക് വന്നു. നാട്ടിൽ നിന്ന് ഹോസ്റ്റലിലൊക്കെ നിൽക്കാലോ എന്നുള്ള ഇത് വെച്ചിട്ട് നാട് വിട്ട് ഞങ്ങള് കൊച്ചിയിലേക്കാണ്, നിങ്ങൾ കോഴിക്കോടേക്കാണ്. വന്നു. അപ്പൊ കോഴിക്കോടിനെ കുറിച്ച് നല്ല കുറെ കഥ ഇതൊക്കെ കേട്ട് നല്ലൊരു സിറ്റിയാണെന്നുള്ള അങ്ങനെ ഫാറൂഖ് കോളേജിലേക്ക് വന്നു. അവിടെ ഞാൻ സോഷ്യോളജിയാണ് ചെയ്തത്. പിന്നെ അവിടെ നല്ല കുറേ ഓർമ്മകളുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ യൂണിയൻ പ്രവർത്തനങ്ങൾ, അവിടെ മാഗസിൻ എഡിറ്ററൊക്കെ ആയിരുന്നു. പിന്നെ ആ മാഗസിന് മനോരമയുടെ ഏറ്റവും നല്ല മാഗസിനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ജേർണലിസ്റ്റ് ആയിരുന്നു താല്പര്യം. അപ്പോൾ അത് ഉദ്ദേശിച്ചിട്ടാണ് ഈ മാഗസിന്. പിന്നെ അപ്പൊ ഈ സോഷ്യോളജി ജേർണലിസം രണ്ടാണോ? അല്ല, സോഷ്യോളജി ജേർണലിസത്തിന് കുറച്ചും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും എന്നുള്ള ധാരണയിലാണ് ഞാൻ എന്ത് ചെയ്തത്, സോഷ്യോളജി എടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രസ് അക്കാദമിയിലേക്ക് ജേർണലിസം പഠിക്കാനാണ് പോയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട്. അത് പിന്നെ സ്വാഭാവികമായിട്ടും പ്രസ് അക്കാദമിയിലേക്ക്. ഏത് കാലഘട്ടത്തിൽ? അതൊരു 96 തുടങ്ങിയിട്ട് 99 വരെ. 96. അതായത് ബേസിക്കലി നിങ്ങള് ആഷിഖിന് സമീറിന്റെ ഒക്കെ ബാച്ചാണോ? അതെ. അവരുടെ വെച്ചാല് ആഷിഖും സമീറും ഒക്കെ ഞങ്ങളൊരു യൂണിയനാണ് വെച്ചാല്. അപ്പൊ സെയിം കാലഘട്ടത്തിൽ. അതെ അതെ. സമീർ ചെയർമാൻ ആയിരിക്കുന്ന സമയത്ത്, ഫറൂഖ് കോളേജിന്റെ ചെയർമാൻ ആയിരിക്കുന്ന സമയത്ത് ഞാൻ സെക്രട്ടറിയാണ്. ആഷിഖ് എന്ന് ആർട്സ് ക്ലബ് സെക്രട്ടറി. നമ്മളെ CS ആഷിഖ്. ഫോർ ഓഡിയൻസ്, നമ്മള് ആഷിഖ് നമ്മളെ പോഡ്കാസ്റ്റിൽ വന്നിട്ട് ഭയങ്കര ഹിറ്റ് പോഡ്കാസ്റ്റ് ആയിരുന്നു. മൂപ്പര എക്സ് പാർട്ട്ണർ ആയിരുന്നു സമീർ, ഇപ്പോഴത്തെ MLA. അതെ അതെ, റൈറ്റ്. അപ്പൊ നിങ്ങൾ ഒരുമിച്ച് എന്താ പറയാ പൊളിറ്റിക്സ് കളിച്ചു കിടന്നു. അതെ അതെ അതെ. കുറെ കാലം ഫറൂഖ് കോളേജിൽ അങ്ങനത്തെ കുറെ ഓർമ്മകൾ, നല്ല ഓർമ്മകളുണ്ട്. അത് ശരി. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രസ് അക്കാദമിയിൽ ജേർണലിസത്തിന് പോയി. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് മനോരമയിൽ
ജോലി കിട്ടിയിരുന്നു. അപ്പൊ അതിന് മുമ്പ് മനോരമയുടെ അവാർഡ് കിട്ടി, അങ്ങനെ കുറെ സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ മനോരമയിൽ ജോയിൻ ചെയ്തു. ശരിക്കും ഞാൻ കോഴിക്കോടാണ് കുറെ കാലം വർക്ക് ചെയ്തത്. കോഴിക്കോട് ഉണ്ടായിരുന്നു, അവിടെ ഞാൻ സബ് എഡിറ്റർ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മലപ്പുറത്തേക്ക് തന്നെ റിപ്പോർട്ടറാക്കി. അപ്പൊ മലപ്പുറം ബ്യൂറോയിൽ ഏതാണ്ട് ഒരു 1.5 വർഷത്തോളം ഞാൻ ബ്യൂറോ റിപ്പോർട്ടറായിരുന്നു. അത് കഴിഞ്ഞ് പത്രപ്രവർത്തകനാണ് അടിസ്ഥാനപരമായിട്ട്. ഇപ്പൊ കച്ചവടമാണ് ഇപ്പൊ കച്ചവടമാണ്. എന്താ വെച്ചാലേ അന്ന് ശരിക്കും നമ്മൾ ആഗ്രഹിച്ച് കൊതിച്ചിട്ട് തന്നെയാണ് പത്രപ്രവർത്തനത്തിലേക്ക് വന്നത്. പക്ഷെ അന്നത്തെ കുറച്ച് സാഹചര്യം അനുസരിച്ച് വീട്ടിലേക്ക് ഇവിടെ മാറി നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ വന്നു, വീട്ടിലേക്ക് വരേണ്ട കാര്യമൊക്കെ വന്നു. അപ്പൊ ബിസിനസ് ചെയ്യാം, അന്ന് നമ്മളുടെ ചുറ്റുപരിസരത്തുള്ള ആളുകളൊക്കെ പലരും കച്ചവടക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ബിസിനസ് ചെയ്യാമെന്നൊക്കെ ഉള്ളൊരു മുഖത്തിന്റെ മോഡലിൽ അങ്ങനെ നാട്ടിലേക്ക് വന്നതാണ്. അപ്പൊ പിന്നെ അവിടെ വന്നു ചെറിയ ബിസിനസ്സുകൾ, എന്താ പറയാ, മറ്റേ ആ സമയത്ത് ഈ പർദ്ദയൊക്കെ ഭയങ്കര സംഗതിയായിരുന്നു. അപ്പൊ ഞാൻ എന്താ വെച്ചാല് ഒരു പുതിയ ഐഡിയ എന്നുള്ള നിലക്ക് ഇപ്പൊ മുസ്ലിം കൾച്ചറൽ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് കൊർദോവ എന്നൊക്കെ പേര് വിട്ടിട്ട് ഒരു സ്ഥാപനം തുടങ്ങി. അത് അന്ന് ഭയങ്കര രസമായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ ഒരു മുസ്ലിം ഫാമിലിക്ക് വേണ്ട എല്ലാ തരം സാധനങ്ങളും നമ്മൾ ഒരു മേൽക്കൂരക്ക് കീഴിൽ കൊടുക്കുക എന്നുള്ളൊരു സങ്കല്പത്തിലാണ് നമ്മൾ അത് തുടങ്ങണത്. അപ്പൊ അതിന്റെ അകത്ത് വെച്ചാൽ ഈ ഹജ്ജ്, ഉംറ അങ്ങനെയൊക്കെയുള്ള ഡ്രസ്സുകൾ വരും, പെർഫ്യൂംസ് വരും. അന്ന് കാലിക്കറ്റിൽ മാത്രം അതുള്ളൂ, ഈ അത്തറിന്റെ ഒക്കെ ഇതൊക്കെ അവിടെ വന്നിട്ട് ഇതൊക്കെ ഞാൻ കോഴിക്കോടുള്ള ഇപ്പൊ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നേരെ കൊണ്ടുപോയിട്ട് എല്ലാം ഒരു മേൽക്കൂരക്ക് കീഴിലാക്കിയിട്ട് ഒരു ബിസിനസ് എന്നുള്ള നിലക്ക്. അപ്പൊ അന്നേ ഈ ഒരു മൊത്തത്തിലുള്ള കോൺസെപ്റ്റ് ബേസ്ഡ് ബിസിനസ്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഒരു പുതിയൊരു സാധനം ചെയ്യണം എന്നുള്ള സംഗതി അതില് അന്ന് ട്രേഡ് മാർക്ക് എടുത്തിട്ടായിരുന്നു കൊർദോവക്ക്. വർഷം മുമ്പ് എന്താ KOR DOV ഇപ്പോഴും കൊർദോവയുടെ ട്രേഡ് മാർക്കിന്റെ പേരിലുണ്ട്. അന്ന് അങ്ങനെ ഒരു സംഗതി ചെയ്തു. പിന്നെ അതിനുശേഷം അത് നല്ല ഒരു ഇതായിട്ടോ, പിന്നെ പലരും ആ ഫീൽഡിലേക്ക് വന്നിട്ടുണ്ട്. അതൊരു നല്ല ബിസിനസ് ആയിട്ട് അങ്ങനെ മാറുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 10-15 വർഷം കഴിഞ്ഞപ്പോൾ ആ ബിസിനസ് അസ്തമിച്ച് പോവുകയാണ് ചെയ്തു. ഓക്കെ, നിങ്ങൾ നടക്കട്ടെ, നമുക്ക് അബിനിലേക്ക് വരാം. എവിടെ നിന്നാണ് അബിന്റെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്? എനിക്ക് അങ്ങനെ സ്റ്റോറി പറയാനാണെങ്കിൽ സ്കൂളിങ്ങും കോളേജൊക്കെ നാട്ടിൽ തന്നെയായിരുന്നു. നോർമൽ ഡിഗ്രി ആയിരുന്നു ചെയ്തത്, BCom ആയിരുന്നു. അതിനുശേഷം ജസ്റ്റ് ഡിഗ്രി കഴിഞ്ഞു, നേരെ അടുത്ത ബിസിനസ്സിലോട്ട് കയറി. പിന്നെ കണ്ടിന്യൂസ് ഒരു 3-4 ബിസിനസ്സുകൾ ചെയ്തു, എല്ലാം പരാജയപ്പെട്ടു. ഒരു ബിസിനസ് കഴിയും, ഫ്ലോപ്പ് ആവും, നേരെ ജോലിക്ക് കയറും, കടം വീട്ടും, വീണ്ടും അടുത്തത് തുടങ്ങും, ഫ്ലോപ്പ് ആവും, വീണ്ടും കടമാവും, വീണ്ടും ജോലിക്ക് കയറും. അങ്ങനെ ഒരു 4-5 ബിസിനസ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇ-കൊമേഴ്സിലോട്ട് വന്നത്. തിരിച്ചേർക്ക് മുമ്പേ എനിക്കൊരു ഇ-കൊമേഴ്സ് ബ്രാൻഡ് ഉണ്ടായിരുന്നു, അവിടെ നിന്നാണ് ഇ-കൊമേഴ്സ് പഠിക്കുന്നത്. ഓക്കെ, അല്ല ഈ ബിസിനസ് ആദ്യം തന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് ബിസിനസ് ചെയ്യാനുള്ള ചേതോ വികാരം എവിടെന്നാ കിട്ടിയേ? അല്ല, അന്ന് ഫാദർ ഗൾഫിലാണ്. അപ്പൊ പുള്ളി അവിടെ നിന്ന് ഫണ്ട് എടുത്ത് ഇവിടെ ഒരു ചെറിയ കടമുറി സെറ്റാക്കി തന്നു. അപ്പൊ അങ്ങനെ കയറി. അന്ന് ബിസിനസ് ചെയ്യണം എന്നല്ലായിരുന്നു. അന്ന് എന്താ പറയാ, ജോലിക്ക് പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ എന്തെങ്കിലും ചെയ്യാം, അങ്ങനെ ബിസിനസ് ചെയ്താണ്. ബിസിനസ്സിൽ അങ്ങനെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഫാദർ ഗൾഫാണ്, അപ്പൊ ആ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പൊ കുറച്ചൊക്കെ ഫണ്ട് അവിടെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ബിസിനസ് ചെയ്തത്. പുള്ളിയുടെ പൈസയാണ് കൂടുതൽ പോയേക്കണത്, ഫാദർ തരുന്ന പൈസകൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്. അത് നമ്മൾ ഇടക്കിടക്ക് മുട്ടടിക്കല്ലോ. ഇവൻ ഈ ബിസിനസ് പറഞ്ഞ 1-2 കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ പിന്നെ അവൻ ജോലിക്ക് കയറി. ജോലിക്ക് കയറിയിട്ട് അവിടെ നിന്നുകൊണ്ട് ഓരോ ബിസിനസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് എന്താ വെച്ചാൽ ആ ബിസിനസ് പൂട്ടും, പിന്നെ ഈ ശമ്പളം കിട്ടുന്ന കാശ് കൊണ്ടുപോയിട്ട് ഈ ബിസിനസ്സിലെ നഷ്ടം നികത്തും, പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ബിസിനസ് വാപ്പന്റെ സ്വന്തം പൈസ ഒക്കെ 5 വർഷത്തോളം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ കൊമേഴ്സിലോട്ട് തന്നെ. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാദർ ഒരു ദിവസം എന്റെ അടുത്ത് പറഞ്ഞു, പുള്ളിയുടെ ഫ്രണ്ടിന് ക്യാഷ്നെറ്റിന് ഫാക്ടറിയാണ്. അപ്പൊ അവിടെ ഒരു പുള്ളി വന്നിട്ട് ക്യാഷ്നെറ്റ് എടുക്കുന്നുണ്ട്, ഓൺലൈനിൽ ചെയ്യാനാണ് ക്യാഷ്നെറ്റ്. അപ്പൊ പുള്ളി ഓൾഡ് ജനറേഷൻ ആണ്. പക്ഷെ ഞാൻ പറഞ്ഞു, ആരെ ഇപ്പൊ ക്യാഷ്നെറ്റ് ഒക്കെ ഓൺലൈനിൽ വാങ്ങുന്നത്? അണ്ടിപ്പരിപ്പ്. അതൊന്നും നടക്കൂല, മറ്റേത്. അപ്പൊ നമ്മളെന്താ വെച്ചാൽ ഡ്രസ്സ്, ചെരുപ്പ്, അങ്ങനെ സാധനങ്ങളാണ് ഓൺലൈനിൽ വാങ്ങണം. അപ്പൊ പുള്ളി നിരന്തരം പറയണുണ്ടപ്പോ ഞാൻ എന്നാ ചെറുതായിട്ട് തുടങ്ങി. അപ്പൊ എന്നെ പഠിക്കാൻ തുടങ്ങി, ആമസോണിൽ ഇങ്ങനെ വിൽക്കാൻ പറ്റുമെന്ന് ഒരു ഐഡിയ കിട്ടിയത്. അങ്ങനെ അപ്പൊ ഞാൻ നിൽക്കുന്നത് ഒരു മാർക്കറ്റിൽ, ഒരു ഹോൾസെയിൽ ഫേമാണ് മാർക്കറ്റിൽ, നമ്മുടെ ഒരു കസിന്റെ ആണ്, അവിടെ അക്കൗണ്ട്സിലാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്താ, എന്റെ ചുറ്റും ഈ സാധനങ്ങളൊക്കെ ഉണ്ട്, എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്, നമുക്ക് ക്രെഡിറ്റിൽ സാധനം കിട്ടും, ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഈ പരിപാടി തുടങ്ങാം. അപ്പൊ ഞാൻ അവിടെ നിന്ന് കുറച്ചെടുത്തിട്ട് ഡെയിലി രാവിലെ ഓർഡർ കിട്ടുന്നു, വൈകിട്ട് ജോലി കഴിയുമ്പോൾ ആ സാധനം വാങ്ങുന്നു, വീട്ടിൽ കൊണ്ടുപോയി പാക്ക് ചെയ്യുന്നു, കൊടുക്കുന്നു. അങ്ങനെ കൊണ്ടുപോകുന്ന ചെറിയ മോഡല്. അപ്പൊ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വേണ്ട, കാരണം ഞാൻ മാർക്കറ്റിൽ ഉള്ളത് കൊണ്ട് എനിക്ക് എല്ലാ കടയും മരിച്ചു ഉണ്ടായിരുന്നു, എല്ലാ കടയും നമുക്ക് ക്രെഡിറ്റ് കിട്ടും. ക്യാഷ്നട്ട് ചെയ്തു, പിന്നെ സ്നാക്സ് ചെയ്തു, അങ്ങനെ കുറച്ചധികം സാധനങ്ങൾ ചെയ്തായിരുന്നു അതിൽ. വാപ്പയാണ് പറഞ്ഞു തന്നത് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന്. അപ്പൊ നമുക്കന്ന് ഐഡിയ ഒന്നുമില്ല, ഓൺലൈനിൽ ചെയ്യാം, ഒരു ബ്രാൻഡ് അങ്ങനെ എസ്റ്റാബ്ലിഷ് സംഭവങ്ങൾ നമ്മുടെ മനസ്സിലില്ല. പക്ഷെ ഏത് വർഷം ഇത് 2020 കൊറോണ
കൊറോണ കഴിഞ്ഞ തൊട്ട് കൊറോണ കഴിഞ്ഞ ഉടനെ. അപ്പൊ അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പൊ ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആ സമയത്താണ്. അപ്പൊ അതൊരു അത് പാരലിംഗ് നടന്നു പോകുന്നുണ്ട്. അപ്പാണ് ഈ കിച്ചയിലോട്ട് വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും മാമായും കൂടി ഇങ്ങനെ ഓരോ ദിവസം നമ്മള് സാധാരണ സംസാരിക്കുന്ന വീട്ടുകാര്യങ്ങളല്ല, ഇങ്ങനെ അവിടെ ഒരു ബിസിനസ് ഉണ്ട്, ഞാൻ ഓൺലൈൻ ഇങ്ങനെ ഒരു ബിസിനസ് കണ്ടിട്ട് അപ്പൊ പുള്ളി റീറ്റെയിൽ ഒരു സൂപ്പർ മാർക്കറ്റ് അവിടെ നടത്തുന്നുണ്ട്. അപ്പൊ ഡെയിലി വൈകിട്ട് അവിടെ പോയിരുന്നിട്ട് ഈ കഥ പറയലാണ്. അപ്പൊ നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റ് കൊർദോവ ഉണ്ടോ? അതായത് കൊർദോവ, അതാണ് അതിന്റെ ഒരു കഥയാണ്. എന്താ വെച്ചാലേ കുറെ കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, ഞാൻ ജേർണലിസത്തിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണല്ലോ. ജേർണലിസത്തിൽ നിന്ന് വരുമ്പോ നമ്മൾ വിചാരിക്കുന്നത് വലിയ ബിസിനസ് ഒക്കെ ചെയ്ത് വലുതാവുന്ന, പക്ഷെ ഇതിന്റെ അടിസ്ഥാന പാഠങ്ങളൊന്നും നമുക്കറിയില്ല. അത് അന്ന് അറിയാനും പാടില്ല ഇങ്ങനെ. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഈ ബിസിനസ് മാത്രം പോരാ, വേറെ ബിസിനസ് ചെയ്യണം. അങ്ങനെ കുറെ ബിസിനസ്സുകൾ ചെയ്യുമ്പോഴാണ് വലുതായി വരണേ. അല്ലാണ്ട് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക, അത് ഡെവലപ്പ്, ഇതൊന്നിനെ കുറിച്ചിട്ടൊന്നും നമുക്ക് ധാരണ ഉണ്ടായില്ല. നല്ല രസത്തിന് പോകുന്നുണ്ട്. അതായത് പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ നമ്മളവിടെ നിൽക്കണം, നമ്മൾ തന്നെ ബില്ലടിക്കുന്നു, നമ്മൾ തന്നെ കസ്റ്റമർ. അപ്പൊ സ്റ്റാഫ് ഒക്കെ ഉണ്ട്, പക്ഷെ എന്നാലും നമുക്ക് തോന്നണ എന്താ അറിയോ, ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ശരിയാവുള്ളൂ, നമ്മൾ തന്നെ ഇങ്ങനെ ചെയ്യണം. അങ്ങനെ കുറെ നാൾ അതിൽ തന്നെ പോയി. അപ്പൊ ഇങ്ങനെ പോയാൽ ശരിയാവൂല എന്ന് തോന്നി. അങ്ങനെ വേറെ എന്ത് ചെയ്തു, വേഗം തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഇങ്ങനെ വേറെ ടീം നടത്തിയിരുന്നു. അതെങ്ങനെ ഇതാണെന്ന് അറിഞ്ഞപ്പോ ഞങ്ങൾ എന്ത് ചെയ്തു, പോയി സൂപ്പർ മാർക്കറ്റ് എടുത്തു. സൂപ്പർ മാർക്കറ്റ് എടുത്തിട്ട് പിന്നെ ഇതേ പണികളൊക്കെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ ചെയ്യാൻ തുടങ്ങി. ഇത് സ്റ്റാഫിന്റെ അടുത്തൊക്കെ നോക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അത് സൂപ്പർ മാർക്കറ്റ് നന്നായിട്ട് വന്നു. അപ്പോ ഈ പറഞ്ഞ ബിസിനസ് എന്ത് ചെയ്തു, ഡൗൺ ആയി. അപ്പൊ നമ്മളില്ലാതെ പരിപാടികൾ നടക്കാത്ത ഒരു കണ്ടീഷനിലേക്ക് ആ സ്ഥാപനം. അങ്ങനെയാണ് അബിൻ ഈ സമയത്ത് സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ കഥ പറയുമ്പോ ഇപ്പൊ ഞങ്ങൾക്കപ്പൊ മുന്നോട്ട് പോകുന്ന മാമാക്ക് എന്താ വെച്ചാൽ കൺസെപ്റ്റ് ബേസ് പുള്ളി ഇപ്പൊ കൊർദോവയുടെ കേസ് പറഞ്ഞല്ലോ, അങ്ങനെ ഒരു കൺസെപ്റ്റ് അന്നേ മുതൽ ട്രേഡ് മാർക്ക് എടുക്കണം, ബ്രാൻഡ് നെയിം ഉണ്ടാക്കണം, ബ്രാൻഡ് ആക്കണം, ആ ഒരു തോട്ട് പുള്ളിക്കുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് അങ്ങനെ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും, പുള്ളി സോഷ്യോളജിയും ജേർണലിസം ഒക്കെ ആ ഒരു മൂഡുണ്ട്. അപ്പൊ ഒരു സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ട് പ്രൊജക്ട് ആയിരിക്കണം, എന്നാൽ അതിൽ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ പറ്റണം, ഫ്യൂച്ചർ ഉണ്ടാവണം, സസ്റ്റൈനബിൾ ആയിരിക്കണം. ഈ 3 പോയിന്റാണ് ഞങ്ങളുടെ മുമ്പിലുള്ളൂ. അന്ന് ഇപ്പൊ എന്ത് ചെയ്താലും ഇപ്പൊ നമുക്ക് ജീവിക്കാനുള്ള വരുമാനം ഇവിടെ ഉണ്ട്, പക്ഷെ ചെയ്യുന്ന പ്രോജക്റ്റ് എന്താ ഒരു സോഷ്യൽ കമ്മിറ്റഡ് ആയ പ്രോജക്റ്റ് ആണ്, എന്നാലാണ് ലോങ് ലൈഫ് ഉണ്ടാവും, സസ്റ്റൈനബിൾ ആവുള്ളൂ. അപ്പൊ ഇങ്ങനെ കുറെ ഐഡിയാസ് ഇങ്ങനെ പറയുന്നതിനിടയിൽ അപ്പൊ ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റിന്റെ ഫസ്റ്റ് ഫ്ലോർ ഞങ്ങൾ കാലിയായിട്ട് എടുക്കാണ്. അങ്ങനെ എംപ്ലോയീസിനെ താമസിക്കാൻ വേണ്ടി എടുത്താണ്. ഇപ്പൊ എല്ലാം ലോക്കൽ ആയതുകൊണ്ട് അത് എടുക്കണം. അപ്പൊ അവിടെ ബിസിനസ് ചെയ്യാം. അപ്പൊ ബിസിനസ് എന്ത് ചെയ്യും, ഇപ്പൊ ഈ ഐഡിയ നമ്മുടെ കയ്യിൽ. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ റിസർച്ച് ചെയ്യണം ഓരോ പരിപാടികൾ. അപ്പൊ അങ്ങനെയാണ് എന്റെ ഒരു സുഹൃത്തിന്റെ സുഹൃത്ത് പറഞ്ഞ് അവന്റെ മദറിന് കിഡ്നി പേഷ്യന്റ് ആണ്. അപ്പൊ കിഡ്നി ഫെയിലിയർ ആയി കഴിഞ്ഞ സമയത്ത് ട്രീറ്റ്മെന്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ ഇവര് പറഞ്ഞ് ഡോക്ടർ ഒരു ഉപദേശം തന്നു, അതായത് നിങ്ങൾ കുറെ ഫുഡ് കൺട്രോൾ ചെയ്യണം, അങ്ങനെ പറയുന്നത്. മറ്റേ കിച്ചണിലെ പാത്രങ്ങളെ ചേഞ്ച് ചെയ്യണതിനെ കുറിച്ചൊരു ജസ്റ്റ് ഒരു ടോപ്പിക് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ എന്റെ റാൻഡമായിട്ട് പറയുമ്പോ അപ്പൊ നമ്മൾ എന്തിക്കണം, കിച്ചണിൽ യൂട്ടിലൈസേഷൻ ആരോഗ്യമായിട്ട് എന്താണ് ബന്ധം. പിന്നെ ഞങ്ങൾ റിസർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നും ഇങ്ങനെ ഒരു കൺസെപ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നും. സാധാരണ നമ്മൾ പറയണത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഓർഗാനിക് കഴിക്കാം, ഫുഡ് ഓർഗാനിക് ആയിട്ടാണ് കഴിക്കേണ്ടത്. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം, ഓർഗാനിക് ഫുഡ് നമ്മൾ കാശ് കൂടുതൽ കൊടുത്ത് വാങ്ങും നമ്മുടെ ആരോഗ്യം നന്നാക്കാൻ. പക്ഷെ ഇവിടെ കൊണ്ടുവന്ന് ഉണ്ടാക്കണ പാത്രവും അത് കഴുകണ ക്ലീനിങ് സൊല്യൂഷനും കെമിക്കലാണ്. അപ്പൊ ഈ കെമിക്കൽ ഇല്ലാത്ത സാധനം കൊണ്ടുവന്ന കെമിക്കലിൽ ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കി കഴിക്കണം. അപ്പൊ അതുകൊണ്ട് ഒരു റിസൾട്ട് ഇല്ല. അപ്പൊ ഫസ്റ്റ് ചേഞ്ച് ചെയ്യുന്നത് കുക്ക് വെയറിൽ നിന്ന് ഞങ്ങൾ ഡിസൈഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അതിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് യാത്രകൾ നടത്തി, ഓൾ ഇന്ത്യ പല സ്ഥലത്തും ഇതിന്റെ പ്രൊഡക്ഷനും കാര്യങ്ങളും. അങ്ങനെ പിന്നെ ഇന്റർനാഷണൽ കുറെ ടീമുകളായിട്ട് സംസാരിച്ചു. അപ്പൊ ഞങ്ങൾ കൺസെപ്റ്റ് നടക്കും, സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ വിചാരിച്ചു നമ്മൾ എന്തായാലും കുക്ക് വെയർ അല്ല വിൽക്കണം, എന്റെ കിച്ചണ് നോൺ ടോക്സിക് ആക്കുക എന്നൊരു കൺസെപ്റ്റിലോട്ട് വരാണ്. അപ്പൊ അങ്ങനെയാണ് ആ ബിസിനസ്സിലോട്ട് വരുന്നത്. ആ നോൺ ടോക്സിക് ആക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി നിങ്ങളും ബാക്കിയുള്ള ബ്രാൻഡ്സും ഒക്കെ തമ്മിൽ എന്താണ് വ്യത്യാസം? എന്താ വെച്ചാലേ, അപ്പൊ ഈ നമ്മുടെ എല്ലാവരുടെയും ധാരണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അബിൻ പറഞ്ഞ പോലെ തന്നെ ഫുഡ് ഓക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓർഗാനിക് ഒക്കെ ആയി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ ശരിക്കും നമുക്ക് ആർക്കും അറിയില്ല നമ്മൾ സ്ഥിരം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പാത്രങ്ങളിൽ ടോക്സിൻ കണ്ടന്റുകൾ ഉണ്ടെന്നുള്ളത്. ഇപ്പൊ നമ്മൾ ദിവസവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നോൺ സ്റ്റിക് പാനുകൾ ഉണ്ട്, ഇതിനകത്ത് ടെഫ്ലോൺ കോട്ടിംഗ് ഉണ്ട്. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ സമയത്തും നമ്മൾ പാത്രം കൊണ്ട് ഇളക്കുമ്പോൾ ഈ ടെഫ്ലോൺ കോട്ടിംഗ് പുറത്തേക്ക് വരാം. അതിലേക്ക് നമ്മൾ നല്ല ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ പുക വരെ നമുക്ക് ആരോഗ്യത്തിന് ഹാനികരമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ അത് സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ
അത് 3 നേരം ഒരേ പാത്രത്തിലാണ് നമ്മൾ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കരുതുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറേശ്ശെ ആയിട്ട് ദിവസവും ഇച്ചിരിച്ച വിഷം കഴിക്കുന്നതിന് തുല്യമാണ് ഇത്തരം പാത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള. പിന്നെ അതുകൂടാണ്ട് അലൂമിനിയം പാത്രങ്ങൾ, പിന്നെ സാധാരണ ഗ്രേഡ് കുറഞ്ഞ സാധാരണ സ്റ്റീലുകൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സാധനങ്ങൾ നമുക്ക് ചേരാൻ പറ്റാത്തതുണ്ട് നമ്മുടെ അടുക്കളയിൽ. അപ്പോൾ നമ്മള് ഈ പാത്രങ്ങൾ വിൽക്കുക എന്നുള്ളതുപരി ഇങ്ങനൊരു അവയർനെസ് സൊസൈറ്റിക്ക് കൊടുക്കുകയാണെങ്കിൽ അതൊരു വലിയ സംഗതിയായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു ഐ ഓപ്പണർ എന്നൊക്കെ പറയും. ഒരു വൈ ഉണ്ട്, വൈ ഷുഡ് വി ഡു ദിസ് ബിസിനസ്. അപ്പൊ നമ്മൾക്ക് തന്നെ ഒരു എന്താ പറയാ, ഒരു കോൺഫിഡൻസ് ഉണ്ടായി. അത് മാത്രമല്ല, ഒരു പുതിയൊരു പ്രകാശം കിട്ടി. അപ്പൊ സത്യത്തില് അതുവരെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇത് പറയുകയാണെങ്കിൽ, ഞാൻ ഭയങ്കര നിരാശയിൽ കിടക്കായിരുന്നു. കാരണം ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടി വന്നു എന്ന ബിസിനസ്സിൽ നമ്മൾ സാധാരണ ബിസിനസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരാളോട് പറയുമ്പോൾ ഒരു പുതിയൊരു സംഗതി പറഞ്ഞു കൊടുക്കാനില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ. അപ്പൊ ഈ നമ്മൾ ചിലപ്പോൾ പറയില്ലേ, ഈ പ്രവാചകന് നുബുവത്ത് കിട്ടിയത് 40-ാമത്തെ വയസ്സിലാണ്. എനിക്ക് കുറെ വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു വെളിപാടുണ്ടാവുന്നത്. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ബിസിനസ്സിൽ ചെയ്യുന്നത്. എല്ലാത്തിനും അതിനെ സമയമെടുക്കും. സത്യം. അപ്പോഴാണ് ഈ ആ ഒരു ഇത് വന്നത്. അപ്പൊ സാധാരണ നമ്മള് അമ്മാവനും മരുമോനും ഒക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ വീട്ടുകാര്യങ്ങളും ഇതൊക്കെ പറയുന്നതിന് പകരം ഞങ്ങള് സൂപ്പർ മാർക്കറ്റിൽ ഇരുന്നിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത്, അപ്പൊ അങ്ങനെ കിട്ടിയ ഒരു ഇതാണ്. അപ്പൊ അത് വെച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ നമ്മുടെ യാത്ര തുടങ്ങണം. അപ്പൊ ശരിക്കും ഞങ്ങൾ ഒരുപാട് സ്റ്റേറ്റ് ഒക്കെ പോയിരുന്നു, കുറെ സ്ഥലങ്ങൾ പോയിരുന്നു, കുറെ കമ്പനികൾ വിസിറ്റ് ചെയ്തു. ഇത് എവിടെ നിന്ന് കിട്ടും, എവിടെ നിന്ന് സോഴ്സ് ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ കാലഘട്ടത്തില് എനിക്ക് തോന്നുന്നു കോവിഡ് ആനന്തര കാലഘട്ടത്തില് ആളുകൾക്കിടയിൽ കൃത്യമായിട്ടൊരു അവയർനെസ് ഉണ്ട്. അതായത് ഞങ്ങൾ ഈ ഐഡിയ പോയിട്ട് പലരുടെ അടുത്ത് അവതരിപ്പിക്കുന്നുണ്ട്. ശരിക്കും ഏതാണ്ട് ഒരു 3 വർഷത്തോളം ഞങ്ങൾ ഈ ബിസിനസ് തുടങ്ങിയിട്ട്. പക്ഷെ അതിന്റെ അകത്ത് ആദ്യത്തെ 1 വർഷം മുഴുവനും ഞങ്ങൾ ഇതിനെ കുറിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. പ്രോഡക്റ്റിനെ കുറിച്ച് പഠിക്കാൻ, ഇതിന്റെ ഈ കൺസെപ്റ്റ് ഞങ്ങൾ പറയണത് ശരിയാണോ എന്നറിയാൻ, ഇത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നറിയാൻ, ഇതൊക്കെ നമ്മൾ അറിയണമല്ലോ. അപ്പൊ ഇത് പോയിട്ട് പറഞ്ഞ ആളുകളെല്ലാവരും ഒരാൾ പോലും നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, അല്ലെങ്കിൽ ഇത് കഴിച്ചാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാല് പൊതുവായിട്ട് ഇപ്പോ ആളുകൾക്കിടയിൽ ഈ ഇത്തരം ഹെൽത്തിനെ കുറിച്ചിട്ടും അടുക്കളകൾ വിഷരഹിതമാക്കുന്നതിനെ കുറിച്ചിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും വിഷമുള്ളതാണെന്നും ആ ഒരു ശൂന്യതയിലേക്കാണ് ഞങ്ങൾ ഇറങ്ങി. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ആ ഇതിലേക്ക് ഇറങ്ങിയിട്ട് ഒരു 1-2 വർഷത്തിനുള്ളിൽ ശരിക്കും പറഞ്ഞാൽ വളരെ ശൂന്യതയിൽ തന്നെ ഞങ്ങൾ തുടങ്ങണം. കാരണം ഞങ്ങളുടെ അടുത്ത് റിസോഴ്സസ് ഒക്കെ, ഞങ്ങൾക്ക് ചെലവാക്കാനുള്ള പൈസ തുടങ്ങി ഒരു സംഗതി ഞങ്ങൾക്കില്ല. ഇതിനു മുമ്പ് ഇതുപോലത്തെ ഒരു ബിസിനസ് ചെയ്ത, ഇവൻ ഓൺലൈനിൽ ചെയ്ത ചെറിയൊരു എക്സ്പീരിയൻസ് അല്ലാതെ വേറെ ഒന്നുമില്ല. ഓൺലൈൻ ചെയ്ത ആമസോൺ പറഞ്ഞു തരാൻ ഒരു മെന്റർ ഇല്ല. അതായത് അങ്ങനെയുണ്ടല്ലോ, ഇതിന്റെ അകത്ത് ചെയ്ത ശീലങ്ങളുള്ള നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാവരും അന്നന്ന് കടയിൽ പോയി അവര് കച്ചവടം ചെയ്യണം. ഞങ്ങളും ചെയ്തിരുന്നതാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്തിയത്, ജനങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പെട്ടെന്ന് അവര് ബോധവാന്മാരാകുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ കൺസെപ്റ്റ് പെട്ടെന്ന് സ്വീകാര്യതയിലേക്ക്. അങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെ നിങ്ങളെ ഫസ്റ്റ് പ്രൊഡക്റ്റ് അപ്പൊ എന്തായിരുന്നു? ഫസ്റ്റ് പ്രോഡക്റ്റ് കാസ്റ്റ് അയൺ കുക്ക്വെയർസ് ആണ് നമ്മൾ ഫസ്റ്റ് ലോഞ്ച് ചെയ്യണത്. അപ്പോൾ നമുക്ക് കാസ്റ്റ് അയൺ കുക്ക്വെയർ എനിക്കറിയില്ല. കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരുമ്പിന്റെ ചട്ടികൾ ഉണ്ടല്ലോ, പഴയ കാലത്ത് ഉണ്ടായിരുന്ന ഇരുമ്പിന്റെ ചട്ടികൾ, അതിന്റെ ഒരു ന്യൂ വെർഷൻ. നമ്മളെ സ്പോൺസർ ആട്ടോ, കരിക്ക് ഞങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു കേട്ടോ. 100% നാച്ചുറൽ കരിക്കാണ്. അത് മാത്രമല്ല കരിക്കുള്ളതിന് അതേ ടേസ്റ്റ്. ഇങ്ങനത്തെ കുറച്ച് സ്പോൺസർമാരുണ്ടായിട്ട് ഈ പടിയൊക്കെ എടുക്കാൻ പറ്റണേ. അപ്പൊ കാസ്റ്റ് ചെയ്യണം നമ്മൾ ഇറക്കുന്നത്, അതായത് ഇരുമ്പിന്റെ ചട്ടി. അത് പുതിയൊരു മോഡലിലോട്ട്, അത് പഴയത് വേറെ ട്രഡീഷണൽ മോഡലാണെങ്കിൽ നമുക്ക് ഇപ്പോൾ യൂസ് ചെയ്യാവുന്ന മോഡലിലുള്ള സാധനങ്ങളാണ് നമ്മൾ ഇറക്കിയത്. അപ്പൊ നമുക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ആകെ ആമസോൺ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ നേരത്തെ തന്നെ ആമസോണിൽ ലിസ്റ്റ് ചെയ്തു. അല്ല, അതിന്റെ മുമ്പ് ഈ കാസ്റ്റ് ആണ്, എനിക്ക് അതിനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ട്. ഇപ്പം ഇരുമ്പിന്റെ ചട്ടി ഇപ്പൊ എന്റെ വീട്ടിൽ, പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ എണ്ണ തേച്ച് വെക്കേണ്ട ഒരു ആവശ്യം. അതെന്താ അറിയോ, നമ്മള് എന്താ പറയാ, ഇതിന്റെ സംഗതി എന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സാധാരണ ഷീറ്റ് അയ്യൻ ഉണ്ട്. നമ്മൾ നേരത്തെ ഉപയോഗിക്കുന്ന ചട്ടികള് അത് കണ്ടിട്ടില്ല. അത് നമ്മൾ ഷീറ്റ് ഇങ്ങനെ ഇടിച്ചിട്ട് അന്നത്തെ ചട്ടികളൊക്കെ കുഴിയൊക്കെ വരുത്തിയിട്ട് ചെയ്യണം. പിന്നുള്ളത് കാസ്റ്റ് ചെയ്യാനാണ്. കാസ്റ്റ് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ മോൾഡ് ചെയ്തിട്ടാണ് എടുക്കണം. അതായത് പ്യുവർ, നമ്മൾ പിഗ് അയൺ എന്നൊക്കെ പറയും, അത്രയും പ്യുവർ ആയിട്ടുള്ള അയൺ എടുത്തിട്ട് അങ്ങനെയാണ് ഇത് ഉരുക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത് നമുക്കല്ലേ, മോൾഡിൽ വെച്ചിട്ടാണ് കാസ്റ്റ് ചെയ്യാൻ ഉണ്ടാക്കുന്നത്. സത്യത്തിൽ കാസ്റ്റ് ചെയ്യാൻ എന്ന് പറയുന്നത് ഒരു പുതിയ പാത്രമൊന്നും അല്ല.
അതായത് ശരിക്കും പറഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധ കാലത്തിനൊക്കെ മുമ്പ് ആ കാലഘട്ടത്തില് ഈ അമേരിക്കയിലും യൂറോപ്പിലും നമ്മുടെ നാട്ടിലടക്കം അവിടെയൊക്കെ ശരിക്കും എന്തായിരുന്നു കാസ്റ്റ് ചെയ്യേണ്ട കൂറ്റൻ ഫാക്ടറികൾ ഉണ്ടായിരുന്നു. അന്ന് എല്ലാ സ്ഥലങ്ങളിലും കാസ്റ്റ് ചെയ്യാനാണ് മെയിൻ ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. പിന്നെ അതിനുശേഷം ഈ ഇത് വന്നല്ലോ, നമ്മളുടെ പറയാ സയൻസിന്റെ ആധിക്യം കൊണ്ട് പുതിയ പുതിയ സാധനങ്ങളൊക്കെ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഒക്കെ വന്ന സമയത്ത് പുതിയ സൗകര്യപ്രദമായ സാധനങ്ങളിലേക്ക്, ലോഹങ്ങളിലേക്ക് ആളുകൾ മാറി. അങ്ങനെയാണ് ഇപ്പൊ ഈ പറയുന്ന ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല പാത്രങ്ങൾ വരുന്നത്. അപ്പൊ ഇത് കാസ്റ്റ് ചെയ്യാൻ നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. അതായത് കാസ്റ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പ്യുവർ ലോഹം ആയതുകൊണ്ട് അത് വെള്ളമായിട്ടോ അതിൽ ഈ വായുവായിട്ടോ ഒക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രതിപ്രവർത്തനം നടത്തുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് തുരുമ്പ് പിടിക്കും. വല്ലാത്ത മലയാളമാണ്, കടിച്ചാ പൊട്ടാത്ത ജേർണലിസ്റ്റ് ആണല്ലോ. അതുകൊണ്ട് എന്ത് പറ്റും, ഈ സംഗതി വന്നിട്ടുണ്ടെങ്കിൽ ഇതായിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് തുരുമ്പ് വരും. അത് വാസ്തവമാണ്. ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതാണ്, ഈ കസ്റ്റമറെ ഇത് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ സത്യത്തില് ബേസിക്കലി ഓയിൽ തേച്ച് വെക്കണം. അതായത് ഇത് വായുവായിട്ടോ അല്ലെങ്കിൽ വെള്ളമായിട്ട് ടച്ച് ചെയ്യരുത്. നമ്മൾ ഉപയോഗ ശേഷം ഒന്ന് ഓയിൽ പുരട്ടി വെക്കാം. ഒരു ചെറിയ പണിയുള്ളൂ. പക്ഷെ നമ്മുടെ പഴയ ആളുകൾക്കൊക്കെ ഇത് അറിയാം. ഇത് ഒന്ന് ഞാനൊരു ദിവസം പിന്നെ ഇതെടുത്തിട്ട് ഇത് കഴുകിയിട്ടില്ലല്ലോ ഞാൻ മൊത്തം ഓയിൽ കളി. ഇവനെ കൊണ്ട് ഭാര്യ അറിഞ്ഞ് ഇത് അങ്ങനെയാണ് വെക്കേണ്ടത്, ഇത് മറ്റേ അയേണ്ട സാധനമാണ്, ഇതിങ്ങനെ അത് കഴുകി വെക്കല്ല വേണ്ടേ. അപ്പൊ അതാണ് അതിന്റെ ഒരു സംഗതി. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, ഞങ്ങൾ പറയുന്നത് ഈ നമ്മള് ഒരു ആശയമുള്ള പറയണത് നോൺ ടോക്സിക് ആയിട്ടുള്ള ഒരു അടുക്കള. അപ്പൊ ഇപ്പൊ ഇത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ള, ഇപ്പൊ വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ പല ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇത് ഉപയോഗിച്ചു, അത് കഴിഞ്ഞ് എണ്ണ വരട്ടി, അങ്ങനെ തിരക്കുള്ള ആളുകളുണ്ടാവും. അപ്പൊ നമ്മൾ അവരോട് പറയുന്നത് നിങ്ങൾക്ക് എളുപ്പമുള്ള പാത്രങ്ങളും നമ്മൾ തരുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ട്രൈപ്ലേയിലൊക്കെ ചെയ്യുന്നത്. ഈ ട്രൈപ്ലൈ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ടല്ലോ, അതിന്റെ ഫുഡ് ഗ്രേഡ് ഉണ്ട്, ഈ 304 അങ്ങനെ കുറെ കോഡുകളൊക്കെ ഉണ്ട്. അത്തരം സ്റ്റീൽ കൊണ്ടാണ് ഇത് ചെയ്യണത്. അപ്പൊ ഇതിന്റെ രണ്ട് പുറംപാളിയും അകംപാളിയും സ്റ്റീലായിരിക്കും, അകത്ത് മാത്രം അലൂമിനിയത്തിന്റെ ഒരു പാളി ഉണ്ടാവും. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് പാത്രം ചൂടാവാനും എല്ലാ ഭാഗത്തേക്കും, അലൂമിനിയം നമ്മൾ സാധാരണ പാത്രങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നില്ല, പക്ഷെ ഇത് അകത്തിരിക്കുന്നത് കൊണ്ട് എന്താ വെച്ചാൽ പെട്ടെന്ന് ചൂടാവാനും എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ചൂട് പ്രസരിപ്പിക്കാനും ഒക്കെ ഈ അലൂമിനിയം സഹായിക്കും. അത് ഫുഡായിട്ട് കണക്ട് ആവുള്ള മുകളിൽ വേറെ ഇത് വെച്ചേക്കാണല്ലോ. അപ്പൊ അലൂമിനിയത്തിന്റെ ഈ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഹീറ്റ് അകത്തേക്ക് എടുക്കും, അലൂമിനിയം പയ്യനെ പുറത്തേക്ക് ഇടുള്ളൂ. അപ്പൊ ഇതിന് രണ്ടിന്റെ ഗുണം കൂടി ഇതിന്റെ ഇടയിൽ വെച്ച് കഴിയുമ്പോൾ അടിയിൽ നിന്ന് സ്റ്റീൽ നന്നായിട്ട് ചൂടെടുക്കും, മറ്റേത് പയ്യനെ വിടുള്ളൂ. അപ്പൊ ഇവൻ എല്ലായിടത്തും കറക്റ്റ് ചൂട് നിലനിൽക്കും, പിന്നെ ലോങ് ലൈഫ് ആണ്. അപ്പൊ വെളിച്ചെണ്ണ വേക്കണ്ട, അതാണ് സൗകര്യം. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ അടുത്തും നമ്മുടെ അടുത്ത് പാത്രം ഉണ്ട്. അപ്പൊ പെട്ടെന്ന് നമുക്ക് സാധാരണ ഏത് പാത്രം വെച്ചാൽ മാത്രമല്ല സ്റ്റൈലിഷ് ആണ്, വെച്ചാൽ കാണാനും ഭംഗിയുണ്ട്, വേണമെങ്കിൽ ടേബിളിന്റെ മുകളിൽ കൊണ്ടു നോക്കാം, സെർവ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം, കാഴ്ചക്കും ഭംഗിയുണ്ട്. അപ്പൊ ഏത് തരത്തിലുള്ള പാത്രവും നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കും. പക്ഷെ നമ്മൾ ഉറപ്പുവരുത്തുന്നത് ഒരു കാര്യം മാത്രമാണ്, നോൺ ടോക്സിക്. അത് 100% നോൺ ടോക്സിക്കും നാച്ചുറൽ ആണോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പൊ നിങ്ങള് കാസ്റ്റ് അയണിന്റെ എന്താദ്യം തവയാണോ റിലീസ് ചെയ്തത്? 10-12 പ്രൊഡക്റ്റ് ഉണ്ട്. 10-12 SKU വെച്ചിട്ടാണ് തുടങ്ങിയത്. അത് ലിസ്റ്റ് ചെയ്തു ആമസോണിൽ. ഫ്ലിപ്കാർട്ട് അപ്പോഴും തുടങ്ങിയല്ലോ. ആമസോൺ തുടങ്ങി കഴിഞ്ഞപ്പോ അപ്പൊ നമ്മള് എക്സൈറ്റഡ് ആണല്ലോ ഓർഡർ വരാൻ വേണ്ടി. കുറച്ച് കഴിഞ്ഞ് ഒരു ഓർഡർ വന്നു, ഭയങ്കര സന്തോഷം. കാരണം വെച്ചാൽ ആദ്യം കിട്ടിയ ഓർഡർ അതൊക്കെ നമ്മളിപ്പോഴും ആ ഒരു ഓർഡർ കിട്ടിയിട്ട് അത് പാക്ക് ചെയ്യണം. അപ്പൊ ഇതെങ്ങനെ പാക്ക് ചെയ്യണത്, എന്നിട്ട് ഞങ്ങൾക്ക് എത്ര പാക്ക് ചെയ്തിട്ടും മതിയാവുന്നില്ല. കസ്റ്റമർ അടുത്തെത്തുമ്പോ അത് ചീത്തയായാലോ, പിന്നെ ഫോം ഷീറ്റ് അത് ഇതൊക്കെ ഇട്ടിട്ട് വലിയൊരു കെട്ടായിരുന്നു ആദ്യത്തെ ഒരു ഓർഡർ. അപ്പൊ നന്നായിട്ട് പാക്ക് ചെയ്ത് പിന്നെ ഗ്രാജുവലി മാർക്കറ്റ് നമ്മളിപ്പോ നമ്മുടെ കോൺസെപ്റ്റ് നമുക്ക് ഇ കൊമേഴ്സ് വെബ്സൈറ്റിനെ ദാനില്ല, അതിൽ വിൽക്കുന്ന കാര്യം ചിന്തിക്കില്ല, ആമസോണിൽ വിൽക്കാം എന്നാണല്ലോ. അപ്പൊ അങ്ങനെ ആമസോൺ തുടങ്ങി, ഗ്രാജുവലി ചെറിയ രീതിയിൽ സെയിൽ വന്നു തുടങ്ങി, വന്ന് ഫ്ലിപ്കാർട്ടും തുടങ്ങി, അതും ഡെവലപ്പായി വന്നു. വെബ്സൈറ്റ് അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ബ്രാൻഡാണല്ലോ, കിച്ചറ എന്നുള്ള ബ്രാൻഡ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് തന്നെ കൊണ്ടുപോയി ഒരു കൊമേഴ്സിൽ ഒരു വെബ്സൈറ്റ് ഞാൻ ബിൽഡ് ചെയ്ത് വെച്ച്, ബ്രാൻഡിന് വെബ്സൈറ്റ് ഉണ്ടോന്ന് വെച്ചിട്ടുണ്ട്, എന്നാൽ പക്ഷേ അതിലൊരു സെയിൽ കൊണ്ടുവരാൻ അതന്നെ സംഭവം. അപ്പൊ അവിടെ ഉണ്ടാക്കി വെച്ച്, അപ്പൊ മാസം റെന്റ് കൊടുക്കണ്ടല്ലോ, മറ്റേ സംഭവം കൊടുക്കണ്ടല്ലോ. അപ്പൊ അങ്ങനെ ആമസോണിൽ കച്ചവടം വന്നു. അപ്പൊ ജസ്റ്റ് ചെറുതായിട്ട്, അപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് ഹയർ ചെയ്യാനുള്ള വരുമാനമൊന്നുമില്ല. അപ്പൊ നമ്മള് സൂപ്പർ മാർക്കറ്റിന്റെ മുകളിലാണ്, ഫസ്റ്റ് ഫ്ലോർ ആണ്, ലോഡ് താഴത്ത് ഇറങ്ങുന്നു, ഞങ്ങൾ രണ്ടുപേരും ചുമന്ന് മുകളിൽ കയറ്റുന്നു, അവിടെ ഓർഡർ വരുന്നു, പാക്ക് ചെയ്യുന്നു, ചുമന്ന് താഴത്തേക്ക് ഇറക്കുന്നു. ഇതെന്നെ പരിപാടി. ഒരു 8-9 മാസത്തോളം നമ്മൾ തന്നെയാണ് എല്ലാ ഏറ്റവും സെറ്റ് പണിയും നമ്മൾ തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആമസോൺ ആഡ്സ് ഒക്കെ റൺ ചെറുതായിട്ട്. കാരണം വെച്ചാൽ നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ കുറച്ച് ആമസോണിൽ. അതെ, ഏത് മറ്റേ അണ്ടിപ്പരിപ്പ്
അണ്ടിപ്പരിപ്പ് ബിസിനസ്. ഓക്കെ. അപ്പൊ അങ്ങനെ ചെയ്തു. അപ്പൊ ഇതില് നമുക്ക് ഇപ്പൊ നമ്മള് ഈ സ്ട്രാറ്റജി പറയുമല്ലോ, ഇ കൊമേഴ്സിന്റെ സ്ട്രാറ്റജി. പക്ഷെ നമ്മൾ എപ്പോഴും മൊത്തത്തിലാണ് കാണുന്നത്. ഈ മാർക്കറ്റ് പ്ലേസ് വേറെയാണ്, D2C വെബ്സൈറ്റ് വേറെയാണ്, സോഷ്യൽ മീഡിയ വേറെയാണെന്ന് നമുക്ക് അന്നാ തിരിച്ചറിവുണ്ടായത്. കാരണം വെച്ചാൽ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സെയിൽ വന്നു. അപ്പൊ സെയിൽ ഗ്രാജുവലി കൂടി വരാനുള്ള. അപ്പോഴാണ് ഈ ആമസോണിലെ ഏറ്റവും വലിയ സെയിലാണ് ദീപാവലിയാണെന്നോ. അപ്പൊ ആ ടൈമില് നമ്മള് നന്നായിട്ട് സെയിലൊക്കെ കിട്ടി, നല്ല ഇതൊക്കെ ആയി കഴിഞ്ഞപ്പോ സാധനം തീർന്നുപോയി, കയ്യിലിരിക്കാൻ സ്റ്റോക്ക് കിടന്ന്. ഗുഡ് പ്രോബ്ലം ടു ഹാവ്. അപ്പാണ് ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യണം. പ്രോഡക്റ്റ് തീർന്നു, ഹൈലി പോയിക്കൊണ്ടെങ്കിൽ ഹീറോ പ്രോഡക്റ്റ് ആണ് തീർന്നത്. അടുത്ത ഓർഡർ കൊടുത്തു. ഹീറോ പ്രോഡക്റ്റ് തവയായിരുന്നു. തവയായിരുന്നു, ദോശ തവയായിരുന്നു. അപ്പൊ അടുത്ത ഓർഡർ കൊടുത്ത്. അപ്പോഴാണ് മനസ്സിലായത് ഈ നമ്മുടെ കേരളത്തിന് പുറത്തേക്ക് ഇത് ഭയങ്കര ഫെസ്റ്റിവൽ ആണ്. അതുകൊണ്ട് അവിടെ കമ്പനികളൊക്കെ അടക്കണ സമയത്താണ് മെയിൻ്റെനൻസിന് വേണ്ടി. അവിടെ അടച്ചു. പിന്നെ ക്ലൈമറ്റ് മോശം കൊണ്ട് ആയതുകൊണ്ട് പ്രൊഡക്ഷൻ തിരിച്ചു കിട്ടാൻ 1 മാസത്തോളം സമയം എടുത്ത്. സ്വാഭാവികമായിട്ടും ആമസോണിൽ നമ്മൾ ബിൽഡ് ചെയ്ത വിസിബിലിറ്റി ഒറ്റ അടിക്കാണ്ട് താഴത്തേക്ക് പോയി. പിന്നെ നമ്മള് സ്റ്റോക്ക് ഔട്ടായി, സെയിൽ പോയി. അപ്പൊ ഇത്ര നാള് ഒരു 9 മാസം കൊണ്ട് ബിൽഡ് ചെയ്തെടുത്ത സാധനം പിന്നെ സീറോയിലോട്ട് വന്നു. പിന്നെ സീറോ വന്ന് നമ്മൾ ബിൽഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായത് ഫസ്റ്റ് പ്രോബ്ലം നമുക്ക് കിട്ടിയതും നമ്മൾ പഠിച്ച പാഠം സ്റ്റോക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു 30 ഡേയ്സിലോട്ടുള്ള സ്റ്റോക്ക് എപ്പോഴും നമ്മുടെ കയ്യിൽ വേണം എന്നുള്ള കാര്യം അവിടെ നിന്ന് പഠിക്കണത്. അതൊന്നാമത്തെ. അപ്പൊ അതിനുശേഷം ആമസോൺ മനസ്സിലാക്കും അവന്മാരുടെ അടുത്ത് സ്റ്റോക്ക് ഇല്ല, അപ്പൊ അവന്മാർ ഇനി പ്രൊമോട്ട് ചെയ്തിട്ട് കാര്യമില്ല, നേതാറ്റൊക്കെ എടുത്ത് പിന്നെ നമ്മള് പിന്നെ ബിൽഡ് ചെയ്തെടുത്ത്. അപ്പോഴാണ് നമ്മള് പിന്നെ കുഴപ്പമില്ലാതെ അങ്ങനെ പോയി. ഫ്ലിപ്കാർട്ടും കുഴപ്പമില്ല, അപ്പൊ ബിൽഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സെയിൽ കൂടണ്ടല്ലോ, നമ്മുടെ കയ്യിൽ ആകെ റിസോഴ്സസ് കുറച്ചുള്ളൂ. അതായത് ഇൻവെന്ററി വാങ്ങാനുള്ള പൈസയും വർക്കിംഗ് ക്യാപിറ്റലായിട്ട് കുറച്ച് പൈസ ഉള്ളൂ. സെയിൽ കൂടുന്നതിനനുസരിച്ച് പ്രൊഡക്റ്റ് കൂട്ടിക്കൊണ്ടിരിക്കണമല്ലോ. അപ്പൊ അവിടെയും ഫണ്ടിന്റെ ഷോർട്ടേജ് നമുക്ക് ഒരു കാര്യം എനിക്ക് ഇതെന്താ വെച്ചാലേ ഇവൻ മാമാനെ പറ്റിച്ചിട്ടുണ്ട് ഇടക്ക്. എന്ത് സംഗതി എന്ന് വെച്ചാല് എന്നോട് മാമന്മാരല്ലേ പറ്റിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് കഥ പറയും, കൺസെപ്റ്റ് ഒക്കെ പറഞ്ഞു, അടിപൊളിയാണ്, ഇങ്ങനെയാണ് സംഗതി. അപ്പൊ നമുക്കും അതിനകത്ത് എന്നിട്ട് ഞാൻ ചോദിച്ചാൽ ഇത് ബിസിനസ് ചെയ്യണമെങ്കിൽ എത്ര ഫണ്ട് വേണ്ടി വരും, എങ്ങനെയാണ് സംഗതി എന്നൊക്കെ ഞാൻ ഇവനോട് ചോദിക്കുന്നത്. അത് പറഞ്ഞ മാമ അത് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിപ്പോ ഇത് ചെയ്യണ്ടല്ലോ, ചിപ്സ് ഇതും മറ്റേ സ്നാക്സ് ഒക്കെ ചെയ്യണ്ടേ. അപ്പോ ഇവൻ പറഞ്ഞത് നമ്മൾ ഈ സാധനം വാങ്ങിക്കുന്നു, അത് വിൽക്കുന്നു, അപ്പൊ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് കാശ് വരുന്നു. അടുത്ത സാധനം നമ്മൾ വാങ്ങിക്കുന്നു, വീണ്ടും അടുത്തത് വാങ്ങിക്കുന്നു. അപ്പൊ ഒരു ചെറിയ പൈസ ഉണ്ട്. ആദ്യം ഒരു ചെറിയൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സംഗതി വളരെ സുന്ദരമായിട്ട്. പ്രശ്നം പറ്റിയെന്നറിയാമോ? ഞാൻ ഈ സ്നാക്സും സാധനങ്ങൾ വാങ്ങണത് കേരള മാർക്കറ്റിൽ നിന്നുള്ള വിൽക്കണത്. ഇവിടെ എനിക്ക് ഇന്ന് തീർന്നു കഴിഞ്ഞാൽ പോയി വാങ്ങി വരാം. ഈ പാത്രത്തിന്റെ കേസിൽ നമ്മൾ പല സ്ഥലത്തുനിന്ന് സോഴ്സ് ചെയ്യണം. ഒരു സ്ഥലം വേറെ സ്ഥലത്താണ് കൊല്ലുക. അപ്പൊ നമ്മള് അതായിട്ടാണ് നമ്മൾ ആലോചിക്കണം ഇതൊക്കെ തീരാം. പക്ഷേ പറ്റിച്ച ശരിയല്ല. അപ്പോഴാണ് നമ്മൾ ഇത് വിറ്റ് കാശ് കിട്ടിയിട്ട് ഓർഡർ കൊടുത്തു, അപ്പൊ കാശ് കയറുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പൈസ കിട്ടാനും കുറച്ച് സമയം എടുക്കില്ല. 15 ദിവസം ഗ്യാപ്പ്. പറഞ്ഞ പുള്ളി ചേർന്നില്ല, അതുകൊണ്ട് ഞാനത് പറഞ്ഞില്ല. ഞാനത് പറയാത്തോണ്ട് ഈ ബിസിനസ് അത് പറയാൻ 15 ദിവസം കഴിയുമ്പോൾ കാശ് കിട്ടുള്ളൂ. അപ്പൊ കുറച്ചുകൂടി പൈസ വേണമെന്ന് പറഞ്ഞാൽ അല്ല എന്റെ അത്ര കാശ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഒഴിവായനാ. അപ്പൊ ചെയ്യാതെ അത് തുടങ്ങി പെട്ട് കഴിഞ്ഞാൽ പിന്നെ പൊക്കോളൂ, വെള്ളത്തിൽ പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഫണ്ടില്ല. അപ്പൊ ഞങ്ങള് ഒരു സിറ്റുവേഷൻ എത്തി. കാരണം പൈസ വേണം, പുതിയ സ്റ്റോക്ക് എടുക്കണം, അതുപോലെ തന്നെ ഇൻവെന്ററിന് പ്രോബ്ലം വരരുത്. ആമസോൺ വീണ്ടും റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങളുടെ വേറൊരു ആമസോണില് മീൻസ് അവിടെ എനിക്ക് ഓഡിയൻസിന് കുറച്ചും കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കട്ടെ എന്താണ് സംഭവിക്കുക സ്റ്റോക്ക് ഔട്ട് സിറ്റുവേഷൻ വന്ന ആമസോണിൽ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മള് ഈ ആമസോണിൽ നമ്മള് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തു. അത് നമ്മൾ കറക്റ്റായിട്ട് ആമസോൺ SEO ഒക്കെ ചെയ്ത് നമ്മൾ ഫ്രണ്ട് പേജിലെത്തി. അതിന് കുറച്ച് റിവ്യൂസ് ഒക്കെ വന്നു, കുറച്ച് ആഡ് സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. ഈ സാധനം നമ്മുടെ ഫസ്റ്റ് പേജിൽ വരും. ഫസ്റ്റ് പേജിൽ വന്ന് നിൽക്കുമ്പോ വെച്ചാൽ ആമസോൺ നോക്കുമ്പോൾ കുഴപ്പമില്ല, അവര് വിസിബിലിറ്റി ഉണ്ട്, അവരുടെ സാധനം പ്രോഡക്ട്സ് എല്ലാം ആയിക്കൊണ്ട് റിവ്യൂസ് വരുന്നുണ്ട്. റൊട്ടേഷൻ ആമസോണിനെ സംബന്ധിച്ച് റൊട്ടേഷൻ നടക്കണം, അവർക്കും സെയിൽ നടക്കണമല്ലോ, അവർക്ക് കമ്മീഷൻ കിട്ടാനുള്ളത്. ഇത് നമ്മൾ അങ്ങനെ കൊണ്ടുവന്ന് ബിൽഡ് ചെയ്ത് ഫ്രണ്ട് മോളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു ദിവസം സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് ആ സാധനം പുറത്തേക്ക് പോകുന്നു. പിന്നെ നമ്മൾ പോയി കിടക്കുന്നത് 3-ോ 4-ാമത്തെ പേജിലായിരിക്കും. പിന്നെ നമ്മൾ 1 മുതൽ ബിൽഡ് ചെയ്യണം. അപ്പൊ ആ കൊണ്ടുവന്ന് വെച്ച പണി വേസ്റ്റ് ആയി. ആ 9 മാസം പണിയെടുത്ത് വേസ്റ്റ് ആയി. അപ്പൊ ഒരിക്കലും സ്റ്റോക്ക് ഔട്ട് സിറ്റുവേഷൻ വരാൻ പാടില്ല. പ്രീ പ്ലാൻഡ് ആയിരിക്കണം. 30 ദിവസത്തേക്കുള്ള ഇൻവെന്ററി നമ്മുടെ സെയിൽ ഉണ്ടാവണം. സെയിൽ പോണനുസരിച്ച് ഇൻവെന്ററി പ്ലാൻ നടക്കണം. കാരണം വെച്ചാൽ ഇനി ഇത്ര മാസം, ഇനി ഇത്ര സെയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലാസ്റ്റ് 2 മാസത്തെ സെയിൽ എടുത്തിട്ട് ആവറേജ് സ്റ്റോക്ക് നമ്മൾ എപ്പോഴും ഗോഡൌണിൽ ഉണ്ടാവുന്നത് മെയിൻറ്റെയിൻ ചെയ്യണം. 30 ഡേയ്സിന്റെ സ്റ്റോക്ക് 30 to 45 ഡേയ്സിനൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ. കാരണം ഇപ്പൊ നമുക്ക് റിപ്പീറ്റ് പർച്ചേസ് ആയി. പറഞ്ഞ ഒരു പർച്ചേസ് വിറ്റ് കാശ് ഇട്ടിട്ട് നമുക്ക് കാശ് കൊടുക്കാനേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കുറച്ചുകൂടി ഡിലേ ആയി. അപ്പൊ എങ്ങനെ ഇരിക്കുമ്പോൾ ഫണ്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് ബിസിനസ് ഓക്കെയാണ്, ഇതൊക്കെ സെറ്റാണ്. ഇനിയിപ്പോ
ഗ്രോത്ത് സ്റ്റേജിലാണല്ലോ, പൈസ കിട്ടിയാൽ മതി. അപ്പോഴും നമ്മള് ബ്രേക്ക് ഇവൻ ഒന്നും അല്ലാട്ടാ, ലോസിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ഇൻവെസ്റ്ററിനെ പോയി കാണാൻ ആ സംഭവം ഒന്നും നമ്മൾ ബിൽഡ് ചെയ്തിട്ടില്ല, അതിനുള്ള സെറ്റപ്പ് ആയിട്ടില്ല, സെയിൽ ആയിട്ടില്ല. ഒരു ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ചിലപ്പോൾ ഫുൾ കമ്പനി അവർക്ക് എഴുതി കൊടുക്കേണ്ടി വരും, ആ അവസ്ഥയിൽ നിൽക്കണം. അപ്പൊ എങ്ങനെ നമ്മള് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആണല്ലോ നമുക്ക് ആകെ സഹായിക്കാനുള്ളത്. അപ്പൊ നേരെ അവിടെ പോയി സംസാരിച്ചു. അപ്പൊ ഈ ഐഡിയ നമ്മുടെ ബ്രദറാണ് സംസാരിച്ച, പുള്ളി പറഞ്ഞു ഡയറക്ടർ ബ്രദർ അല്ല, കസിൻ ബ്രദർ. അപ്പൊ ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോ പുള്ളി പറഞ്ഞു നമ്മളിൽ വിശ്വാസമുണ്ട്, ആസ് എ ഫൗണ്ടർ ഞങ്ങൾ രണ്ടുപേരും വിശ്വാസമുണ്ട്. പിന്നെ ഞങ്ങളുടെ ഐഡിയയിൽ പുള്ളിക്ക് ആ കൺസെപ്റ്റും ഇഷ്ടമാണ്. ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഒരു പ്രോജക്റ്റ് ആണല്ലോ. പുള്ളി അതിൽ ലാഭം നോക്കില്ല, പൈസ ഞാൻ തരാം. അങ്ങനെ നമ്മൾ തുടങ്ങി വീണ്ടും. അപ്പൊ ഇൻവെസ്റ്റർ ആയിട്ട് കയറി, ഒരു ഇൻവെസ്റ്റർ ആയിട്ട് കയറി. സ്ട്രാറ്റജി എല്ലാം ഉണ്ട് കേട്ടോ, മൊത്തത്തിലാണ് എടുത്തത്. അപ്പൊ യൂട്ടിലൈസ് ചെയ്ത് അപ്പൊ പുള്ളി വന്നു. പുള്ളി ഫണ്ടുണ്ട്, നിങ്ങൾ സ്കെയിലപ്പിനുള്ള പരിപാടി നോക്കിയോ. അപ്പൊ നമ്മള് നമ്മുടെ വെബ്സൈറ്റിൽ തുടങ്ങും. അവിടെയാണ് രണ്ടാമത്തെ ടേണിംഗ് പോയിന്റ്. അപ്പൊ കാശ് വരാണല്ലോ, ഞങ്ങൾ അത്ര നാളെ നമ്മുടെ കയ്യിൽ നിന്ന് മിച്ചം വെച്ച പൈസ ഉണ്ടല്ലോ. ഇപ്പൊ പൈസ സൂപ്പർ മാർക്കറ്റ് അപ്പൊ ഉണ്ടോ? സൂപ്പർ മാർക്കറ്റ് ഇപ്പോഴും ഉണ്ട്. സൂപ്പർ മാർക്കറ്റ് സത്യത്തിൽ ഞങ്ങൾ ഇതൊക്കെ നടത്തുന്നുണ്ടെങ്കിലും സൂപ്പർ മാർക്കറ്റ്. അപ്പൊ അതങ്ങനെ നടന്നു പോകണം. അപ്പൊ പുള്ളി പറഞ്ഞ ഫണ്ട്, അപ്പൊ നമ്മൾക്ക് ധൈര്യമായിട്ട് ഫണ്ടും വന്ന്. അപ്പൊ നമ്മള് എന്നാ നമുക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റിലോട്ട് സെയിൽ കൊണ്ടുവരാം. ഇനിയിപ്പോ സ്റ്റോക്ക് ഇഷ്യൂ വന്ന് വിസിബിലിറ്റി പോകണ്ട, ആ വിഷയമൊന്നും വേണ്ട, നമ്മുടെ സ്വന്തം വെബ്സൈറ്റ് ആണല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മള് പൈസ എടുത്തു. ഞാനപ്പം തന്നെ നമ്മുടെ വൂക്കോമേഴ്സ് വെബ്സൈറ്റ് നമ്മൾ കൊടുത്തിട്ട് ഷോപ്പിഫൈയിലോട്ട് പുതിയ വെബ്സൈറ്റ് സ്വന്തം ബിൽഡ് ചെയ്ത്. അപ്പോഴും വെബ്സൈറ്റ് കൊടുക്കാനൊന്നും പൈസ ഇല്ല, പുള്ളി കുറച്ച് പൈസ തരും. അപ്പൊ വെബ്സൈറ്റ് ബിൽഡ് ചെയ്തു. വെബ്സൈറ്റ് ഒക്കെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പൊ ഇതിലോട്ട് കച്ചവടം കൊണ്ടുവന്നു. ഞങ്ങൾ നേരെ പോയിട്ട് ഒരു മാർക്കറ്റിംഗ് ഏജൻസി എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്ഥലം, ഒരു കോവർക്കും എല്ലാ ഡിപ്പാർട്ട്മെന്റും ഉള്ള സ്ഥലമാണ്. അവിടെ വന്ന് അവിടുത്തെ കഥ മാൻ പറയും. അതായത് അപ്പൊ സംഗതി എന്താ വെച്ചാലുണ്ടല്ലോ, ഈ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റർ ആയിട്ട് വന്നിട്ട് പുള്ളി ഇത് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള പൈസ നമുക്ക് ചെയ്യാം. അപ്പൊ അതൊക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെപ്പോഴും നമ്മുടെ ശീലങ്ങൾ മാറ്റുന്നില്ല. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ സ്പെൻഡ് ചെയ്യാം, അങ്ങനെയൊന്നും പറ്റുമല്ലോ. അപ്പൊ ഉള്ള സംഗതി വെച്ചിട്ട് അബിൻ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യാ, സൂപ്പർ മാർക്കറ്റിൽ സൂപ്പർ മാർക്കറ്റ് ഓൺലൈൻ സ്റ്റോർ നമ്മള് നമ്മുടെ ഉള്ള ഫണ്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് അങ്ങനെ ചെയ്യുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് സോഷ്യൽ മീഡിയ വേണം, മറ്റു സംഗതികളൊക്കെ വേണം. ഇതറിയാവുന്ന ഇതെല്ലാം ഉള്ള ഒരു സ്ഥലത്തേക്ക് നമ്മളിവിടെ ചെല്ലണം. അവിടുന്ന് ഞങ്ങളൊരു വലിയ പാഠം പഠിച്ചിട്ടുണ്ട്. എന്താ സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിലല്ല, നമുക്ക് ഇത്തരം സംഗതികളിൽ എന്തിലിറങ്ങിയാണെങ്കിലും നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു നോളജ് ഇല്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടും. അതായത് സാധാരണ ഞങ്ങൾ അതുവരെ നടത്തിക്കൊണ്ടിരുന്ന ബിസിനസ്സിൽ ഞങ്ങൾക്ക് ആ ചെയ്ത് ശീലമുണ്ട്. ഒരു പുതിയ ഒരാളെ കാണുമ്പോൾ നമ്മൾ അത് എങ്ങനെ വേണമെന്നുള്ളത്. ഇതിന്റെ അകത്ത് നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ, നമ്മൾ സ്ക്രീനിലാണ് ഇവരെ കാണുന്നത്. ഇവരുടെ വീഡിയോസ്, ആഡ്സ്, ഞങ്ങൾ ഇതെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഇത് കണ്ടിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോ ആ ഒരു ധാരണ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ കരുതാ ഇതെല്ലാം നമുക്ക് നടക്കുന്ന കരുതാ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഞങ്ങൾ ആദ്യം ഇവൻ വെബ്സൈറ്റ് നമ്മൾ സ്വന്തം നിലക്കാണ് ചെയ്തിരുന്നത്. അതിനകത്ത് കച്ചവടം ഉണ്ടായിരുന്നു. അതിനകത്ത് ചെറുതായിട്ട് കച്ചവടം, ചെറുതായിട്ടെന്ന് വെച്ചാൽ ഞങ്ങൾ കാര്യമായിട്ട് ചെയ്തു നോക്കിയിട്ടില്ല, ചെറുതായിട്ട് ഒരു പരീക്ഷണം നടത്തിയിട്ടുള്ളൂ. അത് നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെല്ലുന്നത്. മനസ്സിലായി. അപ്പൊ അവിടെ ചെന്ന് പറഞ്ഞു നിങ്ങളുടെ മൊത്തത്തില് പ്രശ്നമാണ്, ഇത് എല്ലാ സംഗതികളും ഉടച്ചു വാർക്കണം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ വിചാരിച്ചു ശരിയായിരിക്കും, ഞങ്ങൾ ഇതുവരെ ചെയ്തത്, കാരണം നമുക്ക് ആത്മവിശ്വാസം ഇല്ലല്ലോ. അത് സംബന്ധിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, ഈ വെബ്സൈറ്റ് ഉണ്ടായിരുന്നത്, വെബ്സൈറ്റ് ഇവനോട് പറഞ്ഞു ഈ ഷോപ്പിഫൈയിലൊന്നും അല്ല ഇത് ചെയ്യേണ്ടത്. വെബ്സൈറ്റിന്റെ കഥ എങ്ങനെ പറയുമ്പോൾ ഷോപ്പിഫൈയിൽ വെബ്സൈറ്റ് ഉണ്ടാക്കിയല്ല. അപ്പൊ ഞാൻ ഷാന്റെ പോഡ്കാസ്റ്റ് ആദ്യം മുതലേ കാണുന്നുണ്ട്. അപ്പൊ ഷാൻ പറയാണ് ഷോപ്പിഫൈ ആണ് ബെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ കോൺഫറൻസ് ഷോപ്പിഫൈ ബെറ്റർ, ഇച്ചിരി കാശ് കൊടുത്താലും കുഴപ്പമില്ല, എല്ലാം സെറ്റപ്പ് ഉണ്ടല്ലോ, ഹോസ്റ്റിംഗ് എടുക്കണ്ട, അതൊക്കെ നമ്മള് ചെയ്തു. വെബ്സൈറ്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാന്ന് ഷാൻ തന്നെ പറഞ്ഞു. നമ്മളിങ്ങനെ സിമ്പിളായിട്ട് ഒരു തീമൊക്കെ വാങ്ങി. ഈ ഷാനെ കുറിച്ച് പറയല്ലേ, ഞങ്ങളുടെ ഒരു ഗുരുനാഥൻ എന്ന് പറയുന്നത് ഷാനാണ്ടാ. അതായത് ഈ നമ്മുടെ മറ്റേ മഹാഭാരതത്തിലെങ്ങാണ്ട് ഒരു കഥയുണ്ട്, ഏകലവ്യന്റെ കഥ. ഈ ദ്രോണരുടെ പ്രതിമ ഉണ്ടാക്കിയിട്ട് സ്വന്തം ഇതൊക്കെ എന്ന് പറഞ്ഞ പോലെ ഷാന്റെ വീഡിയോസ് ഒക്കെ എല്ലാ സാധനവും മുടങ്ങാണ്ടിരുന്നിട്ട് കണ്ടിട്ടാണ് ഈ ഓരോരോ കാര്യങ്ങള് എന്ത് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ വെബ്സൈറ്റ് ഉണ്ടാക്കി. അപ്പൊ അവിടെ ചെല്ലുമ്പോ അവൾ ടെക്കാണല്ലോ, നമ്മൾ ടെക്കല്ല, നമ്മൾ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആണ്, ഇവര് ടെക്കാണ് പറയണത്. അപ്പൊ അവിടെ എന്നിട്ട്
ഇത് ഷോപ്പ് ഈ വെബ്സൈറ്റ് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും വാങ്ങും. ആ. അപ്പൊ നമ്മൾ ഇത് അത്ര മോശമാണോ, ആ. നമ്മൾ ഉണ്ടാക്കണം, നമുക്ക് അറിയില്ലല്ലോ. നമ്മളെ കുട്ടിയാണല്ലോ. ഇതിപ്പോ ഷോപ്പ് എടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ആ സെയിലില്ലല്ലോ. ഷോപ്പ് വെറുതെ കാശ് കൊടുക്കണം. എന്തിനാ ഏത് 1500 വെച്ചോ ഷോപ്പ് കൊടുത്താൽ മതി, അതിനോട് ഇത്രയും കാശ് കൊടുക്കണം. അപ്പൊ 1500 കുറച്ച് ലാഭത്തിൽ കിട്ടുമെന്ന് വെച്ചാൽ എന്റെ ഒരു വെബ്സൈറ്റ് ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാക്കും, ഇങ്ങനെ ഉണ്ടാകും, നമുക്കൊരു 25,000 ഒക്കെ പിടിക്കാം. അപ്പൊ 1500 വെച്ച് ഇത്ര വർഷം കൊടുക്കുന്ന സമയം ഉണ്ടെങ്കിൽ 25,000 വൺ ടൈം ഇൻവെസ്റ്റ് ചെയ്യാം. 25,000 കൊടുത്ത് അവര് നമ്മളങ്ങോട്ട് വീത്താണ്. അവര് ടെക്ക് പറഞ്ഞ് അതിലെ ജാർഗന്റെ ഒക്കെ പറഞ്ഞു കഴിയുമ്പോ നമ്മൾ വിചാരിക്കും നമുക്ക് ഇതൊന്നും അറിയില്ല, ഇതൊക്കെ എന്നിട്ട് നമ്മളത് കൊടുത്തു. 25,000 കൊടുത്ത് വെബ്സൈറ്റ് ഉണ്ടാക്കി. വെബ്സൈറ്റ് ഉണ്ടാക്കി പറഞ്ഞാൽ സ്ട്രക്ചർ മാത്രം അവർ കാണിച്ചിട്ടുണ്ടോ, ഫുൾ ഫംഗ്ഷനിലോട്ട് ആയില്ല. സ്ട്രക്ചർ വാങ്ങിച്ച് കാണിച്ചു, ഓക്കെ 25,000 കൊടുത്തു. പിന്നെ എന്തോ ഒരു സംഭവത്തിന് 15,000 കൂടി കൊടുക്കാൻ പറഞ്ഞു, പാത്രം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അല്ലല്ല ഹ്യൂമൻ അതിന് 15,000. പിന്നെ പറഞ്ഞ് ഇതിലേ നമ്മൾ കണ്ടന്റ് എഴുതണം, വെബ്സൈറ്റ് കണ്ടന്റ് എഴുതണം, അതിന് ഹ്യൂമൻ ടച്ച് വേണം. അതിന് നമ്മുടെ കയ്യിൽ വേറൊരാളുണ്ട്, ഹ്യൂമൻ ടച്ച് എഴുതണം. കണ്ടന്റ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ വാങ്ങിപ്പോവും. അതിനൊരു 10,000 കൊടുത്തു. അപ്പൊ പുള്ളി കണ്ടന്റ് എഴുതിയ ഒരു 2 പേജ് A4 ഷീറ്റിൽ എന്തോ കണ്ടന്റ് എഴുതി വെച്ചിട്ടുണ്ട്. അതിന് നന്നായിട്ട് നമ്മൾ കണ്ടന്റ് എഴുതിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വെബ്സൈറ്റിൽ. അതൊക്കെ കഴിഞ്ഞ് അപ്പൊ ഞാൻ വെബ്സൈറ്റ് നോക്കി. അപ്പൊ നമുക്ക് ചാലു ആക്കാല്ലേ വെബ്സൈറ്റ്? പറഞ്ഞ അല്ല ചാലു ആക്കല. അപ്പൊ ഓക്കെ കുഴപ്പമില്ല. അപ്പൊ എന്താ വെച്ചാ ഇതില് പേയ്മെന്റ് ഗേറ്റ് വേ ഇല്ല, ആഡ് ടു കാർട്ട് ഓപ്ഷൻ ഇല്ല, കുറെ പ്രൊഡക്റ്റ് ഉണ്ട്. എന്നിട്ട് ഇത് ആട്ടുകാർട്ടും ഇല്ല വെബ്സൈറ്റ്. എന്നിട്ട് അപ്പൊ ഇതൊക്കെ വരും. നമ്മുടെ ശരിക്കും ഇത് പ്രോജക്ട് എന്ന് പറഞ്ഞാൽ 2.5 ലക്ഷം പ്രോജക്റ്റ് ആണ്. നമ്മുടെ ഫസ്റ്റത്തെ സെക്ഷൻ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ആട്ടുകാർട്ടും ഉണ്ട്. അപ്പൊ അതിന് ഇത്ര കാശ്, പേയ്മെന്റ് ഗേറ്റ് വേ ആഡ് ചെയ്യുമ്പോൾ ഇത്ര കാശ്. അപ്പൊ കൂട്ടുമ്പോ ഞാൻ നോക്കുമ്പോ 1,400 വെച്ച് ഷോപ്പിൽ കൊടുക്കുകയാണെങ്കിൽ 80 മാസം കൊടുക്കാനുള്ള കാശ് എനിക്ക് കൊടുക്കണം. അതോടുകൂടി ഞാൻ പറഞ്ഞു ശരി എന്നാ നമുക്ക് ബാക്കി പിന്നെ എന്നിട്ട് ആ പോയ 35,000-40,000 രൂപ ഞങ്ങള് ടെക്നിക്കൽ ഡെപ്റ്റ് പഴയ ഇതിലേക്ക് തിരിച്ചു വന്നു. അതുപോലെ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ കേസിൽ. സോഷ്യൽ മീഡിയയും ഇതുപോലെ തന്നെ നമുക്ക് പറഞ്ഞു നമുക്ക് നല്ല വീഡിയോസ് വേണം, നല്ല ഇത് വേണം. അപ്പൊ എത്രയൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോ ഒരു മാസം ഞങ്ങൾ സംസാരിച്ചിട്ട് ഏറ്റവും കുറഞ്ഞ ചാർജ് ആയിട്ട് ഒരു 40,000 രൂപ എന്നൊക്കെ 2 മാസത്തേക്ക് ഞങ്ങള് തൽക്കാലം കരാറൊക്കെ ആയി. അപ്പൊ 2 മാസത്തേക്ക് 40,000 അത് കഴിഞ്ഞ് കൂടുട്ടോ. അല്ല, ഒരു മാസം 40,000 വെച്ചിട്ട് 2 മാസം 80,000 രൂപ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കൂട്ടാം. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് സെയിലൊക്കെ വരണ്ടേ? അപ്പൊ ഞങ്ങളുടെ ഈ സമയത്ത് ഒരാൾ വന്ന് ഞങ്ങൾക്ക് തന്ന കാശൊക്കെ ഉണ്ട്, സ്റ്റോക്ക് ഒക്കെ എടുത്ത് ആ പൈസ കൊണ്ടുപോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്. നമ്മളപ്പോ ഇവരോട് പറയുന്നുണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത ആളോടൊക്കെ പറഞ്ഞു നമുക്ക് നല്ല ടീമിനെ കിട്ടിയിട്ടുണ്ട്, ഇനി നമ്മൾ വെച്ചടി അങ്ങനെ കൊണ്ടുപോയിട്ട് ഈ പൈസ ഇത് കൊണ്ടുപോയി ചെയ്യുന്നുണ്ട്. അതാണ് രസം. അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസം ഒരു പോസ്റ്റർ, ഒരു ഫോട്ടോ, പിന്നെ ഞങ്ങൾ വീഡിയോ വന്നില്ലേ, വീഡിയോ വരും എന്ന് പറഞ്ഞു. വീഡിയോ വരും എന്ന് പറഞ്ഞിട്ട് ഒരു പാത്രം ഇങ്ങനെ വെക്കും, എന്നിട്ട് ക്യാമറ ഇങ്ങനെ അങ്ങോട്ട് ഓടും. അപ്പം അതായത് ബി റോൾസ് ഒക്കെ നമ്മൾ ചെയ്യില്ലേ, അതേപോലത്തെ അതുകൊണ്ട് നമ്മൾ പഠിക്കിട്ടു. അങ്ങനെ ഈ സാധനം വന്നിട്ട് അപ്പൊ ഞങ്ങക്ക് മനസ്സിലായി, അതായത് അതുകൊണ്ട് ഒരു എന്താ പറയാ ഒരു ഫോളോവർ കിട്ടിയാലും മതിയായിരുന്നു. ഒരു തരത്തിൽ സെയിൽ പോട്ടെ, ഫോളോവറെങ്കിലും വരണ്ടേ, ഒന്നുമില്ല. 2 മാസത്തിൽ കഴിഞ്ഞപ്പോ ഞങ്ങക്ക് മനസ്സിലായി ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇനി ബാക്കി ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് അപ്പൊ ഇൻവെസ്റ്ററോട് പോലും അത് പറയാൻ പറ്റൂല, നമ്മൾ പറ്റിക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ അവർക്കൊരു ഓർമ്മ. പിന്നെ ഞങ്ങൾ തീരുമാനിച്ചേ ഇനി എന്ത് എന്നുള്ളത്. ഞങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾക്ക് ഭയങ്കര മാനസികമായിട്ടൊരു വന്നു. പക്ഷെ ആമസോണിൽ സെയിൽ നടക്കുന്നുണ്ട്, പക്ഷെ ആമസോൺ പ്രോഫിറ്റബിൾ അല്ല. ഇവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വരുമ്പോൾ ഇവിടെ നമ്മൾ പറ്റിക്കപ്പെട്ടു. അപ്പൊ ഈ കാശ് പോയി ഇനി എന്ത് ചെയ്യും ഞങ്ങളിനെ. അപ്പൊ ഞങ്ങൾ എടുത്തൊരു തീരുമാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കുള്ള ഇതിന്റെ അകത്ത് അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാ, അതാണ് സംഗതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളുടെ രീതിയിൽ തന്നെ ചെറുതാണെങ്കിലും ആ രീതിയിൽ തന്നെ ചെയ്യാന്നുള്ളൂ. അപ്പൊ നമുക്ക് വെബ്സൈറ്റിലൊക്കെ വരുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ഇത് ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ആണ്, മൊത്തം ആളുകൾക്കാണ്, അപ്പൊ ഇംഗ്ലീഷിലൊക്കെ ആയിരിക്കണം കണ്ടന്റ് വരേണ്ടത്, അങ്ങനെയൊക്കെ വേണമെന്ന് എഴുതിയിട്ടാണ് നമ്മൾ ഈ ആളുകളെ പോയി സമീപിച്ചത്. ഹൈ ലെവൽ അതാണ്. അപ്പൊ വരുമ്പോ അങ്ങനെയുള്ളൂ വരേണ്ടത്. അപ്പൊ നമ്മൾ തീരുമാനിച്ച് അപ്പൊ ഇവൻ പറഞ്ഞു മാമൊന്ന് പറഞ്ഞു നോക്ക്. അങ്ങനെ ഞങ്ങൾ സ്വന്തം നിലക്ക് ഈ ക്യാമറയൊക്കെ വെച്ച് ഞങ്ങളുടെ റൂമിൽ ഇരുന്നിട്ട് എനിക്കറിയാവുന്ന വിഷയങ്ങൾ, എനിക്ക് സത്യത്തിൽ നേരത്തെ അറിയാവുന്ന ഈ സാഹിത്യവും കവിതയൊക്കെയാണ്, അതൊക്കെ വെച്ചിട്ടൊരു കണ്ടന്റ് ഉണ്ടാക്കി. ഓരോ ആഴ്ചയിലും മാഗസിനിൽ തന്നെ കഥയും കവിതയൊക്കെ എടുത്തിട്ട് റിവ്യൂ ചെയ്യും. അങ്ങനത്തെ ഒരു പരിപാടിയാണ് തുടങ്ങിയത്. അതങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞപ്പോഴേ കുറെ ആളുകൾ പറയും ഹൈ നിങ്ങൾ പറയണ്ടല്ലോ എന്നുള്ള ഒരു, അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടി, ഇങ്ങനെ പറയാൻ പറ്റുന്നു. പിന്നെ അതൊക്കെ മാറ്റി വെച്ചിട്ട് കിച്ചേരയില് നമ്മൾ എന്ത് ചെയ്തു, കിച്ചേര എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് പറയാൻ തുടങ്ങി, സ്വന്തം നിലക്ക് പറയാൻ തുടങ്ങി. പിന്നെ നമ്മൾ തന്നെ സ്ക്രിപ്റ്റ് നമ്മൾ തന്നെ ചെയ്തു, നമ്മൾ തന്നെ പറഞ്ഞു. അങ്ങനെ ചെയ്തു വന്നു കഴിഞ്ഞപ്പോണ്ടല്ല
ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. എന്താ വെച്ചാല് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത, അതുവരെ അങ്ങനെ ചെയ്തിട്ട് ഒന്നും വരാത്ത സംഗതി ഓരോ ദിവസവും ഞങ്ങൾക്ക് Sale കൂടി കൂടി വന്നു. വെബ്സൈറ്റിൽ. രണ്ടാമത്തെ ദിവസം ഒന്നാമത്തെ കാര്യം സ്വന്തം പൈസ ആയിട്ട് ഇറങ്ങിയപ്പോ കാര്യം നടന്നു. 40,000 ലാഭം, 10 പൈസ ചെലവില്ല. 5 പൈസ ചെലവില്ലാതെയാണ് ഈ പണി ഞങ്ങൾ ചെയ്തത്. അതെ, അപ്പൊ അതിന്റെ അകത്ത് അന്ന് കുറെ, ഇപ്പൊ നമുക്ക് എടുത്ത് നോക്കുമ്പോൾ പറയട്ടെ കുറെ പോരായ്മകളൊക്കെ ഉണ്ട്. Correct. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ആ ചെയ്തതിന് ആളുകളുടെ അടുത്ത് നല്ല റിസൾട്ട് ഉണ്ടായി. അല്ല അടുത്ത മാസങ്ങൾ ചെയ്യുമ്പോൾ വീണ്ടും പോരായ്മ അതെ, നമുക്ക് അതെ, അതെ, കഴിഞ്ഞ മാസം ചെയ്താൽ പോരാ, അതിങ്ങനെ ചോദിക്കൊണ്ടേയിരിക്കും, മാറിക്കൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും. കറക്റ്റ്. അങ്ങനെയാണ് ആ ഒരു സംഗതിയിലേക്ക് പിന്നെ നമ്മൾ വെബ്സൈറ്റ് എന്നുള്ള സംഗതിയിലേക്ക് വരുന്നത്. അപ്പൊ വെബ്സൈറ്റിൽ സെയിൽ വന്നു തുടങ്ങി. വെബ്സൈറ്റിൽ സെയിൽ വീഡിയോ ചെയ്തു. വീഡിയോ നിങ്ങളെ സ്വന്തം പ്രൊഫൈലിലാണോ അല്ലെങ്കിൽ അല്ലല്ല, കിച്ചേര അതായത് സ്വന്തം പ്രൊഫൈലില് പുള്ളിയുടെ ഇഷ്ട ടോപ്പിക്കിൽ ചെയ്ത് പഠിച്ചു പഠിച്ചു എന്ന് പറയാം. അതൊരു 5-6 മാസം, 4-5 മാസമൊക്കെ ഞങ്ങൾ ചെയ്ത് നോക്കി. എന്നിട്ട് അവിടുത്തെ കോൺഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ ഓൺ വെബ്സൈറ്റിൽ ബ്രാൻഡ് ഫേസ് ആയിട്ട് നിന്നിട്ട് നമ്മൾ പറയാൻ തുടങ്ങി ഇന്നാണ് കൺസെപ്റ്റ്. നമ്മൾ അവെയർ എഡ്യൂക്കേറ്റ് ചെയ്യായിരുന്നു കസ്റ്റമർ, ഇങ്ങനെ സംഭവങ്ങളുണ്ട് ഇങ്ങനെ. അപ്പൊ കസ്റ്റമർ ടെസ്റ്റ് ആയി അതിന്റെ പയ്യനെ ചെറുതായിട്ട് മെറ്റാഡ് റൺ ചെയ്ത് കൊടുത്തു. ഈ കണ്ടന്റ് വെച്ചിട്ട് തന്നെ മെറ്റാഡ് റൺ ചെയ്ത് ഡയറക്റ്റ് ഷോപ്പ്വേയിലോട്ട് സെയിൽ കൊണ്ടുവന്നു. സെയിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ നമുക്ക് ഗ്രാജുവലി സെയിൽ ഉണ്ട്. പിന്നെ നമുക്ക് മറ്റേ ഇൻവെസ്റ്ററിന്റെ അടുത്ത് കോൺഫിഡൻസ് ആയി. നമ്മള് പറഞ്ഞ പണി നമ്മൾ തുടങ്ങി, ഇതും കിട്ടി. കുഴപ്പമില്ല. ആമസോൺ, ഫ്ലിപ്കാർട്ട് ഓടുണ്ട്, വെബ്സൈറ്റ് ഓടുണ്ട്, തിരക്കുകളില്ലാത്ത സെയിലായി. അപ്പൊ ഇനി നിലവില് ഈ പറഞ്ഞോട്ട് ഇംഗ്ലീഷ് നമ്മൾ അതും ഒരു നേരത്തെ പറയണത്, നമ്മൾ ഫസ്റ്റ് ചിന്തിച്ചിരുന്നത് നമ്മൾ നോർത്ത് ഇന്ത്യൻ D2C ബ്രാൻഡിനൊക്കെ നോക്കും. അവിടെ പോയിട്ട് അവർ ഇന്ത്യയിൽ കണ്ടന്റ് ചെയ്യുന്ന ഇംഗ്ലീഷ് കണ്ടന്റ്, നമ്മൾ ഇവിടെ കിടന്ന് കളിച്ചിട്ട് കാര്യം. നമുക്ക് ലാംഗ്വേജ് ബാരിയർ ഉണ്ട്. കാരണം വെച്ചാൽ മദർ ടങ്കി പറയുന്ന അത്ര നമുക്ക് മറ്റുള്ള സ്ലാങ്ങി പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പണ്ട് അമേരിക്കയിൽ എത്താൻ വേണ്ടി ഇംഗ്ലീഷ് സംസാരിച്ച പോലെ. അപ്പൊ അവസാനം പറഞ്ഞ് പെട്ടല്ല, പൈസ ഇല്ല, വേറെ ഒന്നുമില്ല, നമുക്ക് സ്വന്തം പറയാൻ പറ്റുള്ളൂ. അപ്പൊ കേരള മാർക്കറ്റ് നമ്മൾ അത്ര വാല്യൂ ചെയ്തില്ല. കാരണം ഓൾ ഇന്ത്യയാണ് നമ്മൾ ചെയ്യണം. ഇ കൊമേഴ്സ് ഓൾ ഇന്ത്യയാണല്ലോ. ലോകം മൊത്തം നോക്കാൻ. അത് പിന്നെ ഞങ്ങൾ ചുരുങ്ങി കേരള മാർക്കറ്റിൽ ചെയ്യാം. പിന്നെ മെറ്റാഡ് ഇങ്ങനെ ഓൾക്ക് ഇന്ത്യ സ്പെൻഡ് ചെയ്യാന്ന് നമ്മള് എവിടെ എത്തൂല, കൈകൊള്ളും. കേരള മാർക്കറ്റിൽ ചെയ്തു. കേരള മാർക്കറ്റിൽ മെറ്റാഡ് സെൻഡ് ചെയ്തു. കേരള മാർക്കറ്റിൽ മലയാളം കണ്ടന്റിൽ തന്നെ ആഡ് റൺ ചെയ്യാൻ തുടങ്ങി. സെയിൽ വന്നു തുടങ്ങി. അപ്പൊ നമുക്ക് മനസ്സിലായി ഫസ്റ്റ് ഒരു ചെറിയൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ മാത്രം ഫോക്കസ് ചെയ്യാം. അവിടെ നമ്മള് ബ്രേക്ക് ഇവൻ അടിക്കാം. വെർനാക്കുലർ ഫോക്കസ് എന്ന് പറയും. എൻട്രി ആപ്പ് ഒക്കെ ചെയ്താൽ ആദ്യം മലയാളം ചെയ്ത് പിന്നെയാണ് തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും ഒക്കെ പോയത്. ഓക്കെ. അപ്പൊ നമ്മള് നമുക്ക് മറ്റേ ഇൻവെസ്റ്റർ വരുന്നത്. അപ്പൊ മലയാളത്തിൽ കണ്ടന്റ് ചെയ്തു. ഓക്കെ, നമുക്ക് സെയിൽ വന്നു. നമ്മൾ പിന്നെ നമുക്ക് പഴയ മലയാളി ഇൻഫ്ലുവൻസേഴ്സിനെ കൊളാബ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അതായത് ഇൻഫ്ലുവൻസേഴ്സിന് നമുക്ക് അന്ന് പൈസ കൊടുത്ത് വാങ്ങാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല കേട്ടോ. പലരുടെ ബന്ധത്തിൽ പോയി ഞങ്ങൾ ചോദിക്കും ഒരു വീഡിയോ അല്ല ഇങ്ങനൊക്കെ തന്നെ തുടക്കത്തിൽ ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു വീഡിയോ വന്നിട്ട് ഞങ്ങൾക്ക് മില്യൺ വ്യൂസ് ഒക്കെ വന്നു. ഭയങ്കര ഇത് വന്നു. അതോടുകൂടിയാണ് ഞങ്ങൾക്ക് ആ സെയിലൊരു ഇത് വന്നത്. ബ്രേക്ക് ഇവനൊക്കെ ആയി. നമ്മള് ടീം എടുക്കാം. അപ്പൊ നമ്മള് ഗ്രോ സ്റ്റേജ് ആയി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയിപ്പോ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യും. കേരളത്തിന് പുറത്ത് കേരളം നമ്മള് സെറ്റ് ആക്കി. ഒരു വിധം കുഴപ്പമില്ല. അപ്പൊ അടുത്ത മാർക്കറ്റ് ഇൻഫ്ലുവൻസേഴ്സിന്റെ സാധനങ്ങൾ അപ്രൂവൽ വാങ്ങും. അവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോ ആഡ് റൈറ്റ്സ് വാങ്ങിക്കും. എല്ലാം പഠിച്ച് നമ്മള് എന്തെങ്കിലും കിട്ടട്ടെ. അതിന്റെ ഇടയിൽ ഞാൻ ഒരു സാധനം പറഞ്ഞുതരാം. നിങ്ങളിപ്പോ മെറ്റാഡ്സ് റൺ ചെയ്യുന്നത് പിന്നെ കേരളത്തിലാണ്. ഇതേ മെറ്റാഡ്സ് നിങ്ങൾ GCC റൺ ചെയ്ത് നിങ്ങൾക്ക് സെയിൽ വരും. അത് ഇഷ്ടം പോലെ മലയാളികളുണ്ട്. അപ്പൊ നമ്മളെ കേരള മാർക്കറ്റ് ഓക്കെ. അത് കഴിഞ്ഞാൽ അപ്പഴാണ് നമ്മുടെ അപ്പൊ പിന്നെ സ്കെയിലപ്പിന്റെ സെക്ഷനിലോട്ട് വന്നപ്പോ ഫണ്ട് വീണ്ടും ഷോർട്ടേജ്. കാരണം വെച്ചാൽ മാർക്കറ്റിംഗിൽ ഒരാൾക്ക് കൊടുക്കാവുന്നതിന്റെ പരമാവധി നമ്മളെ സഹായിക്കാം. പുള്ളി പ്രോഫിറ്റ് ഒന്നും പ്രതീക്ഷിച്ചില്ല, ഹെൽപ്പ് ചെയ്യാം. നല്ല ആ കൺസെപ്റ്റ്, ആ മെസ്സേജ് പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇത്. പുള്ളിക്ക് വേറെ ബിസിനസ്സും കാര്യങ്ങളും പുള്ളി ജീവിച്ചു നോക്കോളും. പക്ഷെ ഇതൊന്നും വേണ്ട ജീവിക്കാൻ. അപ്പൊ അങ്ങനെ നമ്മള് ഇത് ഡെവലപ്പ് ചെയ്തു. സ്കെയിലപ്പിന്റെ സ്റ്റേജിന് അപ്പൊ വീണ്ടും പൈസ വേണം, എക്സ്പെർട്ടീസ് വേണം. ആ സ്ഥലത്ത് വന്നപ്പോ നമ്മൾ ബ്ലോക്കായി. കാരണം വെച്ചാൽ അടുത്ത മാർക്കിലോട്ട് പോകുമ്പോ എങ്ങനെ ചെയ്യും? ഈ മലയാളം കണ്ടന്റ് അടുത്ത സ്റ്റേറ്റിലോട്ട് എങ്ങനെ? അത് ഓൾ ഇന്ത്യ ചെയ്യണോ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് വീണ്ടും പിടിക്കണോ, അല്ലെങ്കിൽ നാഷണലിൽ പോണോ, ഇന്റർനാഷണലിൽ പോണോ? അങ്ങനെയൊക്കെ കുറെ കൺഫ്യൂഷൻ. ആസ് എ ഫൗണ്ടർ എന്നുള്ളത് നമുക്ക് എപ്പോഴും പറ്റാവുന്ന കുറെ സംശയങ്ങൾ. വേറൊരു പ്രശ്നം കൂടി ഞങ്ങൾക്ക്, അതായത് സ്കെയിൽ ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഈ പണികൾ അതുവരെ ഞങ്ങൾ തന്നെയാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ അകത്ത് പാക്ക് ചെയ്യാനൊക്കെ ആയിടൊക്കെ ഞങ്ങൾ സ്റ്റാഫിനെ കൊണ്ടുവന്നത്. പിന്നെ അത്യാവശ്യം അക്കൗണ്ട്സ് നോക്കാൻ ഒരാള്, അങ്ങനെയൊക്കെയുള്ള പണികൾ മാത്രം ഉണ്ടായിരുന്നു. കരിക്ക് തീർന്നോ? കരിക്കോട്ടെ, അത് അവൻ കുടിച്ചിട്ടില്ല, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കുടിച്ചു തരുമോ? അപ്പൊ അങ്ങനെ വന്നപ്പോഴേ ഈ പണികള് മിക്കവാറും ഞങ്ങൾ തന്നെയാണെന്നുള്ള, അപ്പൊ ടീം ബിൽഡ് ചെയ്യാന്നുള്ളൊരു സംഗതി വന്നു. കാരണം അപ്പൊ ഇപ്പോഴത്തേക്ക് എത്ര ടീമായി നിങ്ങളടുത്ത്? അപ്പൊ നമുക്കൊരു 2 പാക്കിംഗ് സ്റ്റാഫ്,
കസ്റ്റമർ കെയറിൽ ഒരാള്, അക്കൗണ്ട്സിൽ ഒരാള്, ഒരു ക്യാമറമാൻ, ഒരു ആ. 5 പേരുടെ ടീം. 5-6 ആൾക്കാരുടെ ടീം. പിന്നെ നമുക്ക് സ്കെയിലപ്പിലോട്ട് ചിന്തിക്കാമല്ലോ. അപ്പൊ നമുക്ക് ടീം ഉണ്ടാക്കണം. അപ്പൊ പുള്ളി വരാണ്. പുള്ളി വേറൊരു ഇന്റർനാഷണൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. വേറൊരു ഇൻവെസ്റ്റർ നിങ്ങളെ ഫാമിലിയിൽ ഫ്രണ്ട്സ് ആണ്. അതും അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ പോയിട്ടില്ല. നമ്മുടെ ഈ ഐഡിയ വേറെ ഉണ്ട്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ പിച്ച് ചെയ്യാൻ പോകുള്ളൂ. പിച്ച് ചെയ്യാൻ എന്ന് പറയാൻ പറ്റില്ല. പരിചയമുള്ള ഈ പുള്ളി യാദൃശികമായിട്ട് നമ്മളെ തോന്നാണ്. എന്റെ ഈ നിലവിലുള്ള ഇൻവെസ്റ്റർ നമ്മുടെ കസ്റ്റനാണല്ലോ. പുള്ളിയുടെ ഒരു ഫ്രണ്ടാണ്. പുള്ളി വന്ന് നമ്മുടെ ഐഡിയ കേട്ട് പുള്ളി ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ പറഞ്ഞു അവർക്ക് ഫണ്ട് വേണമെങ്കിൽ ചോദിക്കാൻ പറ. അതായത് കൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഇഷ്ടപ്പെട്ടു. അതാണ് അതിന്റെ ഒരു. അപ്പൊ ഇൻവെസ്റ്റർ എന്ന് പറയാൻ പറ്റില്ല. പുള്ളി സ്ട്രാറ്റജി നമുക്ക് കുറെ ഈ ടീം ബിൽഡ് പുള്ളിയുടെ ഹെൽപ്പോടാണ്. പുള്ളി പറഞ്ഞ് പുള്ളി ഫസ്റ്റ് പറഞ്ഞത് നിങ്ങൾക്ക് ആവശ്യമുള്ള ടീം ആരോ അത് നിങ്ങൾ ഹയർ ചെയ്തു, അതിൽ പൈസ നോക്കരുത് എന്നാണ് ഫസ്റ്റ് തന്ന ഉപദേശം. അപ്പൊ നമുക്ക് കോൺഫിഡൻസ് ആയി ആളിടുക. പിന്നെ നമ്മള് സ്കെയിലപ്പിലോട്ട് കൊള്ളാം. അപ്പൊ നമുക്ക് അടുത്ത മാർക്കിലോട്ടണം. അപ്പൊ നമ്മൾ എല്ലാത്തിലും കസ്റ്റമർ കെയറിൽ 2 പേരാക്കി. അതിനെ ഹെഡ് വെച്ചു. അക്കൗണ്ട്സിൽ വെച്ച് ബെറ്റർ ആയ ഒരു അക്കൗണ്ടന്റ് വെച്ചു. ഷിപ്പിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനിൽ മറ്റേ പാക്കിംഗ് ആ സെക്ഷനല്ല, മറ്റേ ഷിപ്മെന്റ് ക്രിയേറ്റ് ചെയ്യൂലേ, അതിലൊരു 2 പേര് വെച്ചു. പാക്കിങ്ങിൽ ഒരു 5 പേരാക്കി. പെർഫോമൻസ് മാർക്കറ്റിൽ ഒരാളെടുത്തു, മാർക്കറ്റ് പ്ലേസിലോട്ട് ഒരാളെടുത്തു. അങ്ങനെ ഒരു 12 പേരുടെ ടീമിലോട്ടാണ് ഇപ്പൊ നിലവിൽ. പിന്നെ അത് കൂടാതെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിന്റെ മുകളിൽ നിന്ന് അതിനടുത്ത് താഴത്തേക്ക് ഇറങ്ങിയിരുന്നു കേട്ടോ. സൂപ്പർ മാർക്കറ്റ് ഉണ്ടപ്പോ അതിന്റെ മുകളിലാണല്ലോ ഞങ്ങൾ ഇതുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്ന ഒരു ഗോഡൌൺ, അടുത്ത സ്ഥലത്ത് ഒരു ഗോഡൌൺ കിട്ടിയായിരുന്നു. അപ്പൊ ഗോഡൌൺ കിട്ടിയപ്പോ അതിലേക്ക് തന്നെ എല്ലാം ഓഫീസും അവിടെ തന്നെ സ്പേസ്. ഇപ്പൊ ഞങ്ങൾക്ക് സെപ്പറേറ്റ് ഓഫീസ് സംഗതികൾ അതൊക്കെ സെപ്പറേറ്റ് തന്നെ വേറെ വന്നിട്ടുണ്ട്. ഇത് വന്നിട്ടുണ്ട്, ടീമൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഇൻവെസ്റ്റർ ഫണ്ട് ചെയ്യുന്ന എങ്ങനെയാ? മൊത്തത്തിൽ നിങ്ങൾ ക്യാഷ് വരില്ല, ആസ് ആൻഡ് വെൻ നീഡഡ് ആണോ? അല്ല, നിലവില് മൊത്തത്തില് ഫണ്ട് തരും. കാരണം വെച്ചാൽ നമ്മളൊരു ഒരുമിച്ചല്ല, പല ഓരോ അല്ല. ഇപ്പൊ ഞങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ഒരു ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു പാർട്ട്ണർഷിപ്പ് പോലെ അതിനെ മെന്ററിംഗ് ഒക്കെ കൂടി കാണാൻ നമ്മൾ എടുത്തത്. പുള്ളി തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇത് ഞങ്ങളൊരു ടീമായിട്ട് തന്നെ പാർട്ണർഷിപ്പ് എന്നുള്ള നിലക്ക് അതിനെ നമ്മൾ കാരണം അവരുടെ ഐഡിയാസും ഞങ്ങളുടെ ഈ ഗ്രോത്തിന്റെ ഒരു സെക്ഷനിൽ നമ്മൾ പെട്ടുപോണ സമയത്ത് ഇവരുടെ ഐഡിയ കൂടി വരുമ്പോഴാണ് നമ്മൾ വീണ്ടും സ്പീഡിൽ മുന്നോട്ട് പോകുന്നത്. ഈ ടീം അവരുടെയും കൂടി നല്ലൊരു റോൾ ഇപ്പൊ വരുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും നമ്മൾ മീറ്റിംഗ്, എല്ലാ ആഴ്ചയിലും റിവ്യൂ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ സിസ്റ്റംസ് സെറ്റ് ചെയ്യാം. അപ്പൊ അവിടെ എന്താ സോപ്പ് ചെയ്യണം, അവിടെ എന്ത് KPI സെറ്റ് ചെയ്യണം, അവരെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം, അതൊക്കെ പുള്ളി പഠിപ്പിച്ചാണ്. പുള്ളിക്ക് 100 സ്റ്റാഫുള്ള വലിയൊരു ഫേം. മൂപ്പര് നടത്തുന്ന ബിസിനസ് എന്താന്ന് പറയാറ്റോ? അത് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. ഓക്കെ, നൈസ്. അപ്പൊ താല്പര്യം ഇല്ലാത്തതാണ്. ഓക്കെ. അപ്പൊ പുള്ളിയാണ് നിങ്ങളെ പിന്നെ സിസ്റ്റംസ് ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്നത്. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ആമസോൺ പ്രോഫിറ്റബിൾ അല്ല, ഇതിന്റെ അകത്താണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ആ ഒരു നമ്മള് വെബ്സൈറ്റ് സെയിലുണ്ട്, ചെറിയ രീതിയിലുള്ളൂ. അന്ന് ഇൻഫ്ലുവൻസ് കൊളാബ് ഈ രണ്ടാമത്തെ ആള് വന്നതിന് ശേഷമാണ് ഇൻഫ്ലുവൻസ് കൊളാബിലോട്ടൊക്കെ നമ്മള് നല്ല രീതിയിൽ പോണത്. രണ്ടാമത്തെ ഇൻവെസ്റ്റർ വന്നതാ. അപ്പൊ നമ്മള് ഈ കണക്ക് അവതരിപ്പിക്കുമല്ലോ പുള്ളി വരുന്ന സമയത്ത് നമ്മള് ജസ്റ്റ് നമുക്ക് അങ്ങനെ പ്രോപ്പർ കണക്കൊന്നും വെച്ചാൽ നമ്മളവിടെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഭയങ്കര കറക്റ്റ് പേപ്പർ വർക്ക് ഒന്നും ഇല്ല. നമ്മള് എക്സലിൽ കണക്ക് കൂട്ടിയ ആ പരിപാടിയാണ്. പുള്ളിയുടെ മുമ്പിൽ ഈ കണക്ക് വെച്ചു. കാരണം നമുക്ക് ഓൺലൈൻ ആയതുകൊണ്ട് ഫുൾ കണക്ക് അവിടെ റിപ്പോർട്ട് ഡൗൺലോഡ് കൊണ്ടുപോയി കൊടുത്ത് കഴിഞ്ഞിട്ട് പുള്ളി നോക്കിയിട്ട് അപ്പൊ നമ്മള് ആമസോണിൽ ഫോക്കസ്, ഫ്ലിപ്കാർട്ട് ഒട്ടും ഫോക്കസ്. ഫ്ലിപ്കാർട്ട് അത്ര പോരാ. ടയർ 2 ടയർ 3 സിറ്റീസിലാണ് ഫ്ലിപ്കാർട്ട് നമ്മുടെ പ്രോഡക്റ്റ് പോലെ. നമ്മൾ ടയർ 1 മെട്രോ സിറ്റീസിലാണ് പ്രീമിയം ഇന്ത്യ മൊത്തം ചെയ്യണം. അപ്പൊ ആമസോണിൽ ഫോക്കസ് ചെയ്യണം, ഫ്ലിപ്കാർട്ട് സൈഡിൽ കൂടി നടന്നു പോകണ്ട്. അപ്പൊ പുള്ളി കണക്ക് നോക്കിട്ട് പറഞ്ഞേ ഫ്ലിപ്കാർട്ടിൽ സെയിൽ കുറവാണ്. പുള്ളി കണക്ക് നോക്കിട്ട് നിങ്ങൾ എങ്ങനെ ലോസ് ഉള്ളടത്ത് കാശ് കളയണ, നിങ്ങൾക്ക് അവിടെ ഫ്ലിപ്കാർട്ട് പ്രോഫിറ്റബിളാ. അപ്പൊ നമ്മൾ കണക്ക് നോക്കുമ്പോ അയ്യോ ഇത് പ്രോഫിറ്റബിൾ അല്ല. അപ്പൊ നമ്മുടെ തോട്ട് പ്രോസസ് അവിടെ മാറി. നേരെ വെബ്സൈറ്റും ഫ്ലിപ്കാർട്ടിലും ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ആമസോൺ ബിൽഡ് ചെയ്യുന്നുണ്ട്. ആമസോണിൽ നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആക്കാൻ നോക്കി, വെറുതെ സ്പെൻഡ് ചെയ്ത് കളയാതെ. അപ്പൊ അതൊക്കെ നമുക്ക് FBA ഒരുപാടായിട്ടാ മറ്റേ ആമസോണിന്റെ വേറെ അഞ്ചോളം GST എടുത്ത് ആൽഫ സെല്ലേഴ്സ് ഒന്നും നോക്കിയില്ല. ഇല്ല, ആൽഫ സെല്ലേഴ്സ് ഡൽഹി, ഹരിയാന, മഹാരാഷ്ട്ര, കർണാടക, വെസ്റ്റ് ബംഗാൾ ഇത്തരം സ്ഥലത്ത് നമ്മൾ GST എടുത്ത് സാധനം ഇതൊക്കെ ഉണ്ടാക്കുന്നത് ആമസോണിന് വേണ്ടിയാണ്. ആമസോണിൽ ഫ്ലിപ്കാർട്ട് നോക്കല്ലാട്ടാ. അപ്പൊ ഫ്ലിപ്കാർട്ട് പ്രോഫിറ്റ്. ഫ്ലിപ്കാർട്ടിലോട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് കോൺസെൻട്രേഷൻ വന്നു കഴിഞ്ഞപ്പോ ഫ്ലിപ്കാർട്ടാണ് കേൾക്കാത്ത തുടങ്ങി. ആമസോണിനേക്കാളും കൂടുതൽ സെയിൽ ഫ്ലിപ്കാർട്ടിലായി. മാത്രമല്ല ഫ്ലിപ്കാർട്ട് പ്രോഫിറ്റബിൾ ആണ്. അത് മാത്രമല്ല വെബ്സൈറ്റ് പ്രോഫിറ്റ് ആണ്. അപ്പൊ ബ്രേക്ക് ഇവനായി. പുള്ളിയുടെ ഒരു തോട്ടാണ് പറഞ്ഞത്. അതാണ് നമ്മളൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുമ്പോൾ. അതാണ് ഈ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ കൂടെ ഒന്ന് ചിലപ്പോ ഒരു 5 മിനിറ്റ് ഇരുന്നാലും ഭയങ്കരമായിട്ട് നമ്മളെ ചേഞ്ച് ചെയ്യും.
പിന്നെ പുള്ളി പറഞ്ഞൊരു സംഗതി ഉണ്ട്, ഞങ്ങൾ ഇത് കരുതിയിരുന്നത് ഇത്തരം ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്താവില്ല, ബ്രേക്ക് ഈവൻ ഒന്നും ആയിക്കൊള്ളണമെന്നില്ല. ഇങ്ങനെ ഇത് വലുതായി വലുതായി വരും, അതിന്റെ ഒരു വാല്യുവേഷൻ വരും, IPO ചെയ്യാം. ഇതൊക്കെയാണ് ഞങ്ങൾ ആദ്യം പഠിച്ചു വെച്ച പാഠങ്ങൾ. നമ്മൾ വീഡിയോസിൽ മുഴുവൻ എല്ലാവരും ഇതാ പറയുന്നത്. അല്ല പത്രത്തിൽ അതാണല്ലോ നോർത്ത് ഇന്ത്യൻ നമ്മള് ഈ എക്കോസിസ്റ്റം കേരളത്തില്ല. കേരളത്തിൽ നമ്മൾ ചെയ്യും. ഇപ്പൊ ഈ കോം ഷോ ഒക്കെ വന്നപ്പോ നമ്മൾ എക്കോസിസ്റ്റം ബിൽഡ് ചെയ്തു കേരളത്തിൽ. മുമ്പ് ഈ എക്കോസിസ്റ്റം ഇല്ല. അപ്പൊ നമ്മൾ കാണുന്നത് യൂട്യൂബിലാണ് എവിടെ വീഡിയോ ആണെന്ന് നോർത്ത് ഇന്ത്യയിലെ D2C ബ്രാൻഡ് ഇത്ര ഫണ്ട് എടുത്തു. അപ്പൊ അവരുടെ അപ്പൊ അവരുടെ ഫണ്ട് എടുത്ത് കഴിഞ്ഞപ്പോ അവരുടെ ലാസ്റ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിൽ ഇത്ര പെർസെന്റ് എബിറ്റ് ലോസ് ആണ്. ഇതൊക്കെ കാണാം. അപ്പൊ നമ്മള് എപ്പോഴും ലോസ് ആയിരിക്കും. ഈ സാധനം പ്രോഫിറ്റ് ആവില്ല. നമുക്ക് ഫണ്ട് എടുക്കാം. ഈ ഞാൻ ചോദിച്ചാൽ എങ്ങനെ ഈ ഫണ്ട് എടുക്കാൻ പറ്റും? അത് എന്താ വെച്ചാല് നമ്മൾ പോയിട്ട് ആളുകളുടെ അടുത്ത് ഇത് അവതരിപ്പിക്കും. അപ്പൊ ചിലപ്പോ ഒരാളുടെ അടുത്ത് അവതരിപ്പിക്കുമ്പോൾ അയാൾ തരൂല. പക്ഷെ നമ്മൾ കുറച്ച് പേരുടെ അടുത്ത് അവതരിപ്പിച്ചാൽ അടുത്ത ആളെ ഇന്ന് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഇത് വലുതാക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് മാർക്കറ്റ് ചെയ്യും. എന്നിട്ട് വീണ്ടും സെയിൽ കൂട്ടും. നഷ്ടത്തിൽ വിറ്റാലും സെയിൽ കൂട്ടും. എന്നിട്ട് വീണ്ടും ഫണ്ട് എടുക്കും. അതാണ് മാർക്കറ്റിൽ നമ്പർ 1 ആവുക. ഫണ്ട് എടുത്തു കഴിഞ്ഞാൽ ആ ലെവലിൽ VC-കളെ ഫണ്ട് എടുത്താൽ മോണോപ്പൊളി. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇൻവെസ്റ്റർ വന്നപ്പോൾ നിങ്ങൾ 2 ബിസിനസ് മോഡലാണ്. നിങ്ങൾ ഏത് ചൂസ് ചെയ്യണം? ഒന്ന് കമ്പനി വലുതാക്കാണോ, അതായത് വാല്യുവേഷൻ കൂട്ടാനാണോ, അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ കമ്പനി റൺ ചെയ്യാണെന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞ് ഞാൻ പ്രിഫർ ചെയ്യണം പ്രോഫിറ്റബിൾ കമ്പനി റൺ ചെയ്യാണ്. അതായത് വാല്യുവേഷൻ കൂട്ടി നമ്മൾ കുറെ കളഞ്ഞിട്ടല്ല, ലോങ് ആയിട്ട് സസ്റ്റൈനബിൾ ആയിട്ട് ബിസിനസ് പോകണമെങ്കിൽ പ്രോഫിറ്റബിൾ ആയിരിക്കണം. അപ്പൊ പുള്ളി പറഞ്ഞ് ഫസ്റ്റ് ബ്രേക്ക് ഇവനിൽ ഫോക്കസ് ചെയ്യും. നിങ്ങൾ എല്ലായിടത്തും പോയി കളിച്ച് വെറുതെ സമയം കളയല്ലേ, ബ്രേക്ക് ഇവൻ ആക്കാൻ പറഞ്ഞു. അപ്പോഴാണ് പുള്ളി പറഞ്ഞ് ഫ്ലിപ്കാർട്ടിലും വെബ്സൈറ്റിലും വെള്ളി ആമസോണില് സ്പെൻഡ് കുറക്കാൻ പറഞ്ഞു. ഞങ്ങള് പുള്ളി പറഞ്ഞു വിട്ട് 2ാമത്തെ മാസം ബ്രേക്ക് ഇവനായി. ആമസോൺ എന്നിട്ട് പിന്നെ പുള്ളി പറഞ്ഞ് ഇപ്പൊ അതിന് ലോസ്. അപ്പൊ നമ്മൾ മാക്സിമം ആമസോണിൽ കോസ്റ്റ് കൊടുക്കാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ FB എടുത്തപ്പോ 5 സ്റ്റേറ്റിലും FB ഉള്ള നമ്മള് വെറുതെ കുറെ സാധനങ്ങൾ കയറ്റി വിടും. അവിടെ കടന്നിട്ട് ആ സ്റ്റോക്ക് എന്താണ് മാത്രമല്ല അവിടെ സ്റ്റോറേജ് ഫീ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണം. അതെ. പിന്നെ ഇത് പിക്ക് ആൻഡ് പാക്ക് ചാർജ്, അത് മാത്രമല്ല നമ്മള് ബോക്സ് വലിയ ബോക്സുകൾ കയറുമ്പോ അതിനനുസരിച്ച് സ്റ്റോറേജ് ഫീ ആണ്. നമ്മളിത് കണക്ക് നോക്കാത്തതുകൊണ്ട് ഈ ആന ചത്താലും ജീവിച്ചാലും 12,000 എന്ന് പറഞ്ഞ പോലെ ആമസോണിലേക്ക് നമ്മൾ അങ്ങോട്ട് വിട്ടാല് അവർക്ക് പലതരത്തിൽ ഫീസ് കിട്ടും. പക്ഷെ നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പൊ പിന്നെ ഞങ്ങൾ അതിന് ആഡൊക്കെ സ്പെൻഡ് ചെയ്ത് മാക്സിമം സ്റ്റോക്ക് കുറച്ചു. FBA സ്റ്റോക്ക് കുറച്ചു. നോക്കിയിട്ട് ഫോൺ ഐറ്റം മാത്രം ഒരു 2 ആഴ്ചത്തേക്കുള്ള സ്റ്റോക്ക് വെച്ച് പ്ലാൻ ചെയ്താണ്. ഇപ്പൊ ആമസോൺ ലോസിൽ നിന്ന് മാറി ബ്രേക്ക് ഇവനായി. ഓ വെരി നൈസ്. അപ്പൊ 3 ചാനൽ, ഫ്ലിപ്കാർട്ട് ചാനലുണ്ട്, ആമസോൺ ചാനലുണ്ട്, ഓൺ വെബ്സൈറ്റ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ സെയിൽ എന്ന് വെച്ചാൽ 2 പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, മാർക്കറ്റ് പ്ലേസ് 2 പ്ലാറ്റ്ഫോമിനെ കൂടുതൽ സെയിൽ ചെയ്യണം നമ്മൾ ഓൺ വെബ്സൈറ്റിലാണ്. അതിന്റെ 50-50 ആണ്. 50% ഫ്ലിപ്കാർട്ട് ആമസോണിൽ തന്നെ, 50% ഓൺ വെബ്സൈറ്റ് തന്നെ. ഓ അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഓൺ വെബ്സൈറ്റ് നിങ്ങൾ കൂടുതൽ പ്രോഫിറ്റബിൾ അറിയുമ്പോൾ നിങ്ങൾ ഈ മെറ്റാ ആഡ് സ്പെൻഡ് ഉണ്ടല്ലോ, ഇതാണല്ലോ ഇതിന്റെ അകത്ത് ഏറ്റവും വലിയൊരു സാധനം. അപ്പൊ ഇത് നിങ്ങൾ ഏതിലേക്ക് അട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഏതിന്റെ എക്സ്പെൻസ് ആയിട്ടാ കാണുന്നത്? ഇത് മാർക്കറ്റിംഗ് കോസ്റ്റ് ആയിട്ടാണല്ലോ. ടോട്ടൽ നമ്മളെങ്ങനെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രോഡക്റ്റ് എടുക്കും. ഇപ്പൊ കാക്ക് കിട്ടുമല്ലോ ഒരു പ്രോഡക്റ്റ്. അപ്പൊ നമ്മൾ അപ്പൊ നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മിനിമം എമൗണ്ട് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രോഡക്റ്റും ഇത്ര കാക്ക് വരെ നമുക്ക് അഫോർഡബിൾ ആണ്. ROI കാൽക്കുലേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് വിത്ത ഇത്രം കാശ് വരും. അപ്പൊ നമ്മൾ ടോട്ടൽ സെയിൽ സ്പെൻഡ് ഡിവൈഡ് ബൈ കാക്ക് നമ്മൾ കണ്ടുപിടിക്കും. കണ്ടുപിടിച്ച് കഴിയുമ്പോൾ മൊത്തം ചിലപ്പോൾ ചിലത് കൂടുതലാണ്. അത് ആവറേജ് എടുക്കുമ്പോൾ നമ്മൾ കാക്ക് പ്രോഫിറ്റബിൾ ആണോ നോക്കാം. അപ്പൊ അതാണ്. അപ്പൊ നമുക്ക് ഇതിൽ നമ്മൾ ഈ ആൻഡ്രോമേഡ അപ്ഡേറ്റ് വന്നതിന് മുമ്പ് ഭയങ്കര സംഭവം ഇതൊക്കെ ആളെടുക്കുന്നു ഭയങ്കര. നമുക്ക് മനസ്സിലായി ഇതൊന്നുമല്ല, ക്രിയേറ്റീവിലാണ് കളി എടുക്കണം. ഒരു സാധനമില്ല. ബാക്കി അത് നമ്മളൊന്ന് പഠിച്ചാൽ മതി. ഉണ്ട് ഇപ്പൊ കുറേക്കാ, ബാക്കിയൊക്കെ അവർ നോക്കിക്കോളും. ഞങ്ങള് ഒരു ടാർഗറ്റിംഗ് കൊടുക്കാറില്ല. ഞങ്ങൾ ക്രിയേറ്റീവ് ബ്രോഡ് ടാർഗറ്റിംഗ് ആണ്. കേരളത്തിൽ ബ്രോഡായിട്ട് ചെയ്യും, ക്രിയേറ്റീവ് ഉണ്ടാക്കും, ടെസ്റ്റ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ക്രിയേറ്റീവ് ഉണ്ടാക്കാൻ പഠിച്ചു, നമുക്ക് ഉണ്ടാക്കാൻ എഡിറ്റ് ചെയ്യാൻ ആളുണ്ട്. അതെ, നമ്മൾ ഇന്ന് രാവിലെ ഇന്നത്തെ ക്രിയേറ്റീവ് മോശമായോ? അതായത് 3 മാസം ഇതാവുമല്ലോ, എന്താ മാക്സിമം ഡൗൺ ആവും, ഫ്രീക്വൻസി കൂടി ഡൗൺ ആവും. അപ്പൊ വേടൊക്കെ കറക്റ്റാണോന്ന് അറിയില്ല, പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് വീണ്ടും ക്രിയേറ്റീവ് ഉണ്ടാക്കും. കാരണം വെച്ചാൽ ക്രിയേറ്റീവ് ഉണ്ടാക്കാൻ നമുക്ക് സ്വന്തം ഉണ്ടാക്കാമല്ലോ, ആരും ഹെൽപ്പ് വേണ്ട, ഒന്നും വേണ്ട. അപ്പൊ നമ്മൾ ക്രിയേറ്റീവ് മാക്സിമം കളിക്കും. അപ്പൊ നമ്മൾ നോക്കും ഈ ക്രിയേറ്റീവ് 2 ഹുക്കും 3 ഹുക്കൊക്കെ വെച്ചിട്ട് എല്ലാം പഠിച്ചല്ലേ പഠിക്കേണ്ടി വന്നതാട്ടാ. അതായത് പൈസ ഇല്ലാതെ പഠിച്ചാണ്. അല്ല ഇത് ഞാൻ പറയട്ടെ, ഞാൻ മനസ്സിലാക്കിയ എന്താ അറിയോ, നമ്മള് പെടമ്പളാ പഠിച്ചു ശരിക്കും പെട്ട്. ഇനി ഇതിപ്പോ എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കൂട്ടി പോകും. വേറെ ഒരു വഴിയില്ല.
ജോലിക്ക് പോകാൻ താല്പര്യമില്ലല്ലോ. അതെ. അപ്പൊ നമ്മള് 3 ഹുക്കൊക്കെ വെച്ച് ചെയ്യും, റൺ ചെയ്യിച്ച് നോക്കും, റൺ ചെയ്യിച്ചിട്ട് 2 ആഴ്ചത്തെ കണക്കെടുക്കും, ഇതിൽ ഏറ്റവും വർക്ക് ചെയ്യണ ഹുക്ക് ഏതാണോ അത് നിലനിർത്തും, നടത്തും. പിന്നെ വീണ്ടും അടുത്ത ആഴ്ച. അപ്പൊ അതിനടുത്ത് നമ്മള് എക്സ്പീരിയൻസ് ഉള്ളവരുടെ കൺസൾട്ടേഷൻ കൊടുക്കാറുണ്ട്. പല ഷാന്റെ പോഡ്കാസ്റ്റ് വന്ന പലവരും കൺസൾട്ടേഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. താപിഷ് പറഞ്ഞൊരു സംഗതി അന്ന് പറഞ്ഞതില് പുള്ളി പറഞ്ഞു ഞങ്ങളോട് ഈ പറഞ്ഞ കുറെ സംഗതികൾ പറഞ്ഞു തന്നു. അതായത് നിങ്ങൾ ക്രിയേറ്റീവ് ഇങ്ങനെ റൺ ചെയ്യുക, അപ്പൊ അതിൽ ഏതെങ്കിലും സ്വാഭാവികമായിട്ട് ഒരു മില്യൺ വ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പിടിച്ചിട്ട് പിന്നെ മറ്റു സംഗതികൾക്കൊക്കെ ഒരു ഗ്രോത്ത് വരും എന്ന് പറഞ്ഞു. നമ്മുടെ കേസിൽ അത് ഏതാണ്ട് ശരിയായിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസറുടെ അത് അങ്ങനെ കയറി വന്നു കഴിഞ്ഞപ്പോ പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നതിനൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക്കലി അതായത് അതിന് മുമ്പ് 2000 താഴെ വ്യൂ ഒരു 1 മില്യൺ അടിച്ചാൽ പിന്നെ അതൊക്കെ 8,000, 5,000 ആ റേഞ്ചിലോട്ട്, പിന്നെ ഒരു 1 മില്യൺ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ 12,000, 15,000 ആ റേഞ്ചിലോട്ട് പോയി. അങ്ങനെയാണ് നല്ല ക്രിയേറ്റീവ്സ് വന്ന ആ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് കൃത്യമായിട്ട് അത് ചെയ്തു പോവുകയാണെങ്കിൽ ഈ സംഗതി വരും എന്നൊക്കെയുള്ള കുറെ സംഗതികൾ നമുക്ക് വന്നു. അപ്പൊ അങ്ങനെ നമ്മൾ സ്ട്രാറ്റജി ബിൽഡ് ചെയ്തു. ഇപ്പൊ സ്റ്റെറിൻസിനെ യൂസ് ചെയ്തു, താപിഷിനെ യൂസ് ചെയ്തു. അതായത് വെബ്സൈറ്റ് നമ്മൾ ഉണ്ടാക്കിയല്ലോ, മറ്റേവര് നമ്മള് കണ്ടുപോയി. നമ്മള് പിന്നെ അത് കഴിഞ്ഞ അതിന് മുമ്പത്തെ നമ്മൾ ഷോപ്പിഫൈ വെബ്സൈറ്റ് വീണ്ടും റീസെറ്റ് ചെയ്തിട്ട് നമ്മൾ പോവാണ്. അത് കഴിഞ്ഞ് നമ്മള് ഇൻഫ്ലുവൻസ് കൊളാബും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ നമുക്ക് നല്ല സെഷൻസ് ഒരുപാട് വരാൻ തുടങ്ങി, നമുക്ക് ഒരുപാട് വ്യൂ ഉണ്ട്. അപ്പൊ കൺവേർഷൻ നമ്മൾ നോക്കുമ്പോൾ കുറെ പ്രോബ്ലംസ് ഉണ്ടായി. നമ്മള് അവിടെയാണ് ഒരു കാര്യം പറയാനുള്ളത്. താപിഷിന്റെ കേസ് നമ്മൾ പറഞ്ഞു നിർത്തിയപ്പോ താപിഷ് അങ്ങനെ ഐഡിയ വന്നു. പിന്നെ നമ്മള് ഈ വെബ്സൈറ്റിൽ നമ്മൾ ഓൺ വെബ്സൈറ്റ് അന്ന് ഉണ്ടാക്കി പറഞ്ഞില്ല, ആ വെബ്സൈറ്റിലാണ് നമ്മൾ ഇപ്പൊ സെയിൽ എടുത്തുകൊണ്ടിരുന്നത്. കുറച്ച് ഇപ്പൊ ഒരു 3-4 മാസം മുമ്പത്തെ അതാണ് പറയണം. അത് കഴിഞ്ഞിട്ട് നമ്മള് കുറെ കഴിഞ്ഞപ്പോ നമുക്ക് കൺവേർഷൻ കുറവ് തന്നെ. അതായത് കൺവേർഷൻ അതായത് നമുക്കൊരു ഒരുപാട് സെഷൻസ് വരുന്നുണ്ട്, കൺവേർഷൻ റേറ്റ് 1 താഴത്തേക്ക് പോയി. അപ്പൊ നമ്മൾ എന്തോ ഡേഞ്ചർ ആണ്. അപ്പൊ ഒരാളെ കൊടുത്ത് സംഭവം നോക്കി കഴിഞ്ഞപ്പോ മനസ്സിലായത് ഈ ആഡ് ടു കാർട്ടിൽ, അതിന് കാരണം പറയാട്ടോ, ആഡ് ടു കാർട്ടിലോട്ടിടും, ലാസ്റ്റ് ബൈനോ കൊടുക്കുമ്പോൾ ആ സാധനം അവൾ കാണൂല, അത് പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരു പ്രശ്നം. അപ്പൊ അത് ഞാൻ പലയിടത്തും പറഞ്ഞപ്പോഴും മനസ്സിലായില്ല. അപ്പോഴാണ് നമ്മൾ അന്ന് ഷാന്റെ അവിടെ വന്നപ്പോ പറഞ്ഞിരുന്നത് ഇതൊരു പ്രോബ്ലം ആയിട്ട് നമ്മൾ പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ തേർഡ് പാർട്ടി തീം വാങ്ങിയാണെന്ന് ഞാൻ സ്വന്തം ബിൽഡ് ചെയ്ത് തീം ഫോറസ്റ്റിന്ന് തേർഡ് പാർട്ടി തീം വാങ്ങിയിട്ട് ചെയ്ത് അവിടെ ഉണ്ടായ എററായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോ നമ്മള് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള സ്റ്റെറിന്റെ വെച്ചിട്ട് നമ്മളൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്തു. അത് കഴിഞ്ഞപ്പോ കുഴപ്പമില്ലാതെ പോകണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ നമ്മള് ലാസ്റ്റ് ഫെലിക്സിന്റെ മറ്റേ കൺവേർഷൻ AB എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ CR ഓഡിറ്റ് എടുത്തപ്പോൾ കുറച്ചുകൂടി പ്രോബ്ലംസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനിയിപ്പോ കേരള വിട്ട് അതർ സ്റ്റേറ്റിലോട്ട് പോകാനുള്ള അപ്പൊ നാഷണൽ ലെവലിൽ സെറ്റപ്പ് ആയിട്ടൊരു തരത്തിലുള്ള ഒരു വെബ്സൈറ്റിലോട്ട് റീബിൽഡ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഫെലിക്സിന് വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കാം. അടിപൊളി. അപ്പൊ കൺവേർഷൻ റേറ്റ് ഇപ്പൊ കൺവേർഷൻ റേറ്റ് എത്ര ഉണ്ട്? ഇപ്പൊ 1ന്റെ മുകളിലാണ്, എന്നാലും കുറവാണ്. ഇപ്പൊ പുതിയ വെബ്സൈറ്റ് നമുക്ക് എന്തായാലും വിസിറ്റേഴ്സ് ഉണ്ട്, കണ്ടന്റ് ചെയ്യേണ്ട, മറ്റാടെ ചെയ്യേണ്ട ആൾക്കാർ വെബ്സൈറ്റിൽ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറെ പ്രോബ്ലംസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. കൺവേർഷൻ കൂട്ടാനുള്ള പരിപാടികൾ നമ്മൾ അതിൽ ചെയ്യേണ്ട പുതിയ വെബ്സൈറ്റിൽ. അപ്പൊ ഒരു 2.5ന്റെ മുകളിലോട്ട് എത്തിക്കണം എന്നാണ് നമ്മുടെ ഒരു പ്ലാൻ. ഡെഫിനറ്റ്ലി എത്തും. ഞാൻ ആക്ച്വലി ഒരു ക്ലയന്റിന് 5 എത്തിച്ചിട്ടുണ്ട്. 5%. ബേസിക്കലി കൺവേർഷൻ റേറ്റിന്റെ ഹരം എന്താ അറിയോ, കസ്റ്റമർ ഓൾറെഡി വരുന്നുണ്ട്, അതിന് ഓൾറെഡി നമ്മൾ പൈസ ചെലവാക്കി കഴിഞ്ഞ് അതിന്റെ അകത്ത് ഒരു എക്സ്ട്രാ കസ്റ്റമർ കൺവേർട്ട് അതിനൊരു ഉദാഹരണം എന്താ വെച്ചാൽ നമുക്ക് ടീം ഉണ്ടായില്ലല്ലോ, നമ്മൾ ഇത് ചെയ്യേണ്ട മറ്റാടെ ഞാൻ തന്നെ ചെയ്തു, കണ്ടന്റ് ഒക്കെ കൊണ്ടുവന്ന് കസ്റ്റമർ വാങ്ങണ്ട്, നമ്മൾ ഹാപ്പിയാണ്, നമ്മൾ സെയിൽ കൂടണ്ട്. പക്ഷെ ഇൻഡെപ്തിലോട്ട് നമ്മൾ പോണില്ല. കാരണം വെച്ചാൽ ഈ വന്നവര് ഫുള്ള് വാങ്ങാൻ കപ്പാസിറ്റി ഉള്ളവരാണോ, അത് വാങ്ങിയിട്ടുണ്ടോ നമ്മൾ നോക്കില്ല. അതിന് ഈ അടുത്ത് നമ്മള് ടീം കസ്റ്റമർ കെയറിലെ ആളുണ്ട്, കസ്റ്റമർ കെയർ ഒരു ടീമായിട്ട് നമ്മൾ ബിൽഡ് ചെയ്തിട്ട് അതിനൊരു ഹെഡ് വെച്ച് എന്നിട്ട് ഞാൻ പറഞ്ഞേ ആ അബൻഡൻ കാർട്ടുകൾ ഒന്ന് ചെക്ക് ചെയ്യാം, എന്നിട്ടൊന്ന് വിളിക്കാൻ പറഞ്ഞു. ഡെയിലി അബൻഡൻ കാർട്ടിൽ നിന്ന് 2 പേരും കൺവേർട്ട് ആവും. അതായത് ഇതാണ് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എല്ലാ ചാനലിലും പോയി കഴിഞ്ഞാല് മീൻസ് ഇവിടെ ഉണ്ടാവും, ഓൾറെഡി ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ എല്ലാത്തിലും പോകും, എല്ലാത്തിലും കുറച്ച് എഫേർട്ട് ഇടാൻ പറ്റുള്ളൂ. ഇതിപ്പോ നിങ്ങൾ അബൻഡൻ കാർട്ട് കണ്ടതുകൊണ്ടാണ് പറയാൻ മുമ്പ് അത് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഒറ്റക്ക് നടന്ന് സ്കെയിലിംഗിന്റെ സമയത്ത് നമ്മൾ ടീം എടുക്കണമെങ്കിൽ അപ്പൊ എടുത്തോളണം. എന്നിട്ട് അവർക്ക് ആ വർക്കാണ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തേക്കാം, അവരത് ചെയ്തോളൂ. നമ്മള് ഗ്രോത്തിന്റെ അടുത്ത് വർക്ക് ചെയ്താൽ മതി. നമ്മള് ഗ്രോത്ത് മേലെ തന്നെയാണ് വർക്ക് ചെയ്യേണ്ടത്. അതായത് അവർക്ക് കൊടുക്കുക, നമ്മൾ കണ്ടുപിടിക്കുക, ഓക്കെ ഇത് സൊല്യൂഷൻ ഇതാണ്, ഓക്കെ ടീമിന് കൊടുക്കുക, ആൻഡ് ദെൻ ദേ എക്സിക്യൂട്ട് ഇറ്റ്. അതിനൊരു സിസ്റ്റം ഉണ്ട്. നിങ്ങൾ KPI KRA ഒക്കെ വെച്ചതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഇടക്ക് നിങ്ങൾ ഫോക്കസിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ഒന്നും കൂടി മെൻഷൻ. ഞങ്ങൾ അതിന്റെ ഇടക്ക് പിന്നെ ഓഫ്ലൈനിൽ പോകണ്ടായിരുന്നു. ഓഫ്ലൈൻ പരിപാടികൾ
അതായത് നമ്മളിപ്പോ ഉദ്ദേശിച്ച സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ കുറെ ആളുകളൊക്കെ നമ്മളുടെ അടുത്തേക്ക് നമ്മളുടെ ഗോഡൌൺ ഒക്കെ അന്വേഷിച്ചിട്ട് വരികയും സാധനം മേടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഏരിയകളിൽ കുറച്ച് ഷോപ്പുകളിൽ, അതായത് ചിലപ്പോൾ ഈ ഓർഗാനിക് ഫുഡ് വെക്കുന്ന ഷോപ്പുകളോ അതല്ലെങ്കിൽ അതുപോലത്തെ ഇപ്പൊ നമുക്ക് തന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ, അപ്പൊ അവിടെയൊക്കെ ഒരു കിയോസ്കുകളിൽ ചെറിയൊരു ഇത് അതുപോലെ ഷോപ്പ് ഇൻ ഷോപ്പ് അങ്ങനത്തെ ഒരു നമ്മുടെ ബ്രാൻഡ് വിസിബിൾ ആയിട്ട് എന്നാൽ സാധനവും നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു രീതിയിൽ ചെയ്താൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ ആദ്യത്തെ സംഗതി ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ആഴ്ചയിലൊക്കെയാണ് അത് തുടങ്ങുള്ളൂ. അങ്ങനത്തെ ഒരു സംഗതി കൂടി ഞങ്ങൾ അതിന്റെ അകത്ത് ചെയ്യാമെന്നുള്ളൊരു ആഗ്രഹം. നിങ്ങളെ സൂപ്പർ മാർക്കറ്റ് ആവുമ്പോൾ പ്രശ്നമല്ല, അവിടെ ക്രെഡിറ്റ് ഒന്നും പ്രശ്നമില്ല. പക്ഷെ ബാക്കിയുള്ള എനിക്ക് വന്നത് ഈ ഓൺലൈൻ മസിലും ഓഫ്ലൈൻ മസിലും രണ്ടാണ്. ഓഫ്ലൈനിൽ ക്രെഡിറ്റ് ഭയങ്കര ഓഫ്ലൈൻ ഞങ്ങളുടെ പ്ലാൻ അങ്ങനെയല്ല, ഫുള്ള് ഓഫ്ലൈൻ പോകാനല്ല. നമ്മുടെ കൺസെപ്റ്റ് പറയുന്ന ചില ഷോപ്പുകളുണ്ടല്ലോ, ഇപ്പൊ എന്താ പറയാ ഓർഗാനിക് ഫുഡ് മനസ്സിലായി, അപ്പൊ അവിടെ കൺവേർഷൻ ഇതെന്താ പറയാ അവിടെ കൊണ്ടുപോയിട്ട് അതിന്റെ ഓഫ് ടേക്ക് വരണം കസ്റ്റമർ, അപ്പോൾ അവരും ഇൻട്രസ്റ്റഡ്. ആമസോണിൽ നിങ്ങൾ സ്റ്റോക്ക് ഔട്ട് ആയപ്പോ ആമസോൺ ഓട്ടോമാറ്റിക്കലി റാങ്കിങ് താഴത്ത് കൊണ്ടുവന്നു. അതേപോലെ ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഈ ആമസോണും ഫ്ലിപ്കാർട്ടും ഓൺ വെബ്സൈറ്റിന് ഇഷ്ടം പോലെ ചെയ്യാണ്ട് നിങ്ങൾക്ക് കണ്ടന്റ് ക്രിയേഷൻ അതിലേക്ക് തന്നെ കൊണ്ടുവരണം എന്നുള്ളതാണ്. വന്നു കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. മറ്റത് ഇപ്പൊ നിങ്ങൾ തന്നെ ഫോക്കസിന്റെ ഇമ്പോർട്ടൻസ്, ഇപ്പൊ ഫ്ലിപ്കാർട്ട് ആണ് പ്രോഫിറ്റ്, അപ്പൊ നിങ്ങൾ ഫുൾ ഫോക്കസ് ഫ്ലിപ്കാർട്ടിന്റെ മുകളിൽ. അത് ഞങ്ങൾ അതിനു മുമ്പ് ഈ കിച്ചേരയില് നമ്മൾ പാത്രങ്ങൾ വിറ്റു തുടങ്ങിയപ്പോ ഞങ്ങൾ ആദ്യം തന്നെ കൺസെപ്റ്റ് പറഞ്ഞപ്പോ ഒരു കാര്യം പറഞ്ഞില്ലേ, അതായത് ഞങ്ങൾ ഇത് കൂടാണ്ട് ക്ലീനിങ് സൊല്യൂഷൻ മാറേണ്ടതുണ്ട്, ഫുഡ് ഐറ്റംസ് മാറേണ്ടത്, ഈ പാത്രം കഴുകണം. അതെ. അപ്പൊ ഞങ്ങൾ ഇതിനൊക്കെ നമ്മൾ ഓരോ ബ്രാൻഡ് നെയിം ഒക്കെ നമ്മൾ കണ്ടെത്തിയിരുന്നു. അപ്പൊ സോയിലേജ് എന്ന് പറഞ്ഞിട്ട് ക്ലീനിങ് സൊല്യൂഷന് വേണ്ടിയിട്ട് ഞങ്ങളുടെ അടുത്ത് ട്രേഡ് മാർക്ക് ഒക്കെ ഞങ്ങൾ എടുത്തു വെച്ചതാണ്. ഞങ്ങള് ആ പ്രോഡക്റ്റ് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്, കുറച്ചാൾ സെല് ചെയ്യുകയും ചെയ്തു. പക്ഷെ ഞങ്ങൾക്ക് അവസാനം ഞങ്ങൾക്ക് ഒരു ഇൻവെസ്റ്ററും കൂടി വന്നു പറഞ്ഞു. ആ പുള്ളി പറഞ്ഞു, ഇത് ഞങ്ങൾ ഈ കഥ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ സമയത്ത് പുള്ളി ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ഈ സംഗതി ഇവിടെ വെച്ചിട്ട് തന്നെ നിർത്തണം. ഞങ്ങളൊരു ഇല്ല പ്രോഡക്റ്റ് ഉണ്ട്, നമ്മൾ വിറ്റുകൊണ്ടിരിപ്പുണ്ട്. പുള്ളി പറഞ്ഞത് വെറുതെ കൊടുത്താലും വേണ്ടിയില്ല, ഈ സാധനം ഇവിടെ നിർത്തണമെന്ന്. കാരണം എന്താ വെച്ചാൽ ഈ പാത്രം തന്നെ കിച്ചേര തന്നെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഇഷ്ടം പോലെ സാധ്യതകളുണ്ട്. അതിനെ കുറിച്ചിട്ട് ഇനി ഒരുപാട് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർത്തും വേറൊരു സാധനമാണ്. അപ്പൊ അതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോക്കസ് മാറും. അത് ഞങ്ങൾക്ക് വല്ലാത്തൊരു കിട്ടലായിരുന്നു. ഇൻവെസ്റ്റർ കൊള്ളാം, മൂപ്പരെ ഒന്ന് പോഡ്കാസ്റ്റിൽ നമുക്ക് കൊണ്ടുവരേണ്ടി വരും. ഇതേ സെയിം സാധനം പറയുന്നത്. നിങ്ങൾ എല്ലാ ചാനലിലും പോകുമ്പോൾ ഓരോ ചാനലിനും ഡിവൈഡഡ് അറ്റൻഷൻ ആയിരിക്കും. അതിന് പകരം ഒരു ചാനൽ ഇതാക്കുക, ക്രാക്ക് ചെയ്യുക, അതിന് സിസ്റ്റംസ് ബിൽഡ് ചെയ്യുക. അത് വൺസ് ഓട്ടോമാറ്റിക്കലി ടീം ചെയ്യുന്ന സ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഐ തിങ്ക് യു ഷുഡ് ഗോ. ഇതെന്റെ അഭിപ്രായമായിട്ടോ പറയുന്നത്. ഇത് തന്നെ ആയിക്കോളോ, ഇത് അൾട്ടിമേറ്റ്ലി ഫൗണ്ടേഴ്സ് ആണ് തീരുമാനം എടുക്കേണ്ടത് എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മള് ഇതൊക്കെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, പിന്നെ കണ്ടന്റ് ക്രിയേഷൻ പ്ലാൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പൊ നിങ്ങളൊരു കണ്ടന്റ് ക്രിയേഷൻ പ്ലാൻ എങ്ങനെയാണ് നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? അതിനൊരു സ്ട്രക്ചർ ഉണ്ടോ? അത് സത്യത്തിൽ ഇപ്പൊ ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിലവില് ഇപ്പൊ നമ്മളുടെ പാത്രത്തിന്റെ അല്ലെങ്കിൽ ഇത്ര സംഗതികളുടെ നമ്മൾ പാത്രത്തെ അല്ല നമ്മൾ ഊന്നൽ നൽകിയിട്ട് ഒരിക്കലും കണ്ടന്റ് പറയാം. മറിച്ച് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആശയത്തെയാണ് നമ്മളൊരു കൺസെപ്റ്റ് പറയണ്ടല്ല. അതായത് നമ്മൾ പറയും വിഷരഹിതമായ ഒരു അടുക്കള, ആരോഗ്യമുള്ള ഒരു തലമുറ. ഇതാണ് നമ്മൾ എപ്പോഴും ആളുകളുടെ മുമ്പിലേക്ക് വെക്കുന്ന ഒരു സംഗതി പറയണം. പിന്നെ നമ്മൾ പറയും 100% നോൺ ടോക്സിക്കും നാച്ചുറലാണ് നമ്മളുടെ പാത്രങ്ങൾ. നമ്മളുടെ പാത്രങ്ങൾ പലതും വിഷമുള്ളതാണ്. അതുകൊണ്ട് മേക്ക് യുവർ കിച്ചൺ നോൺ ടോക്സിക് എന്നുള്ളതാണ് നമ്മൾ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് വെറുതെ പറയുക മാത്രമല്ല കേട്ടോ, നമ്മളിത് 100% നാച്ചുറലും നോൺ ടോക്സിക് ആണെന്ന് നമ്മൾ ഓരോന്നും ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ അയൺ ആണെങ്കിലും കാസ്റ്റ് അയൺ ആണെങ്കിലും ട്രൈപ്ലൈ ആണെങ്കിലും എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഫുഡ് സേഫ് അല്ലാത്ത എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടോ നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ടാണ് ഈ പാത്രം നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോ നിലവിലുള്ള കണ്ടന്റുകളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇൻഫ്ലുവൻസർമാരോട് നമ്മൾ പറയുമ്പോൾ ഈ ആശയം നിൽക്കാം, അവരുടെ ആശയത്തിലുള്ള സാധനങ്ങൾ കാരണം അവര് അവരുടേതായ രീതിയിലായിരിക്കും. ചിലർ ഫാമിലി ഓറിയന്റഡ് ആയിട്ട് അങ്ങനത്തെ സംഗതികൾ, ചിലര് അങ്ങനെ. അപ്പൊ അവർക്ക് പറ്റുന്ന രീതിയിൽ എന്നാൽ അവർ പറയും ഇതിന്റെ ഇടയിലേക്ക് ചേരാൻ ഇങ്ങനെ ഒരു കൺസെപ്റ്റ്. അപ്പോഴും ഞങ്ങൾ ഈ കൺസെപ്റ്റ് എല്ലാവരോടും പറയണം. കാരണം ഞങ്ങൾ വിചാരിക്കുന്നത്, ഒരു പാത്രം ഒരാൾ വാങ്ങിച്ചു, പക്ഷേ നമ്മളുടെ വീഡിയോ ഒരു 10 പേര് കാണുന്നുണ്ടെങ്കിൽ അതിലൊരാൾ പാത്രം മേടിച്ചിട്ടുള്ളൂ. പക്ഷെ 10 പേരും ഒരു കാര്യം അറിയണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അടുക്കളകളിലൊക്കെ ഇങ്ങനെ പ്രശ്നമുണ്ട്, നമ്മളുടെ കുട്ടികളും നമ്മളടക്കം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ ഒരു സാധനമാണ്, അത് മാറ്റണം എന്നുള്ള ഒരു ധാരണ അവർക്ക് ഉണ്ടാവണം. അപ്പൊ ഇവർ ഇന്നല്ലെങ്കിലും നാളെയാണെങ്കിലും നമ്മുടെ പാത്രം അല്ലെങ്കിൽ പോലും അതുപോലത്തെ ഒരു പാത്രം നോക്കി വാങ്ങിക്കുക, അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കുക. അത് നിങ്ങൾ വളരെ പർപ്പസ് ഡ്രിവൺ ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇ കോം ഷോ വെച്ചിട്ട് ചെയ്യുന്നത്
ആൾക്കാർക്ക് ഓൺലൈനിൽ വിൽക്കാൻ പഠിപ്പിക്കണം. Yes. അത് നമ്മളടുത്ത് വാങ്ങിക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളെല്ലാ കമ്മ്യൂണിറ്റിയിൽ എല്ലാ ആൾക്കാരായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതെ 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 അപ്പൊ അത് നടക്കണം. അത് വിച്ചവരെ നമ്മളെ വിളിക്കാം, നമ്മളെ കമ്മ്യൂണിറ്റിയിലെ വിളിക്കാം, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം. അതെ. കാര്യം നടക്കണം. അതായത് ആ ഒരു ധാരണ സമൂഹത്തിനിടയിൽ ഉണ്ടാവണം എന്നുള്ളത്. പക്ഷെ ഞങ്ങൾ വിചാരിച്ചത് അതിൻ്റെ അകത്ത് ഞങ്ങൾ ഒരു തരത്തിലും മായം കലർത്തിയിട്ടില്ല. അത് തന്നെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് തുടങ്ങി അത് വന്നിട്ട് പല സമയത്തും ഞങ്ങൾക്ക് വീഴ്ചകൾ ഉണ്ടായി. ഇനി എവിടെ നിന്ന് തുടങ്ങുമെന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് ഇരുന്ന് വിഷമിച്ച് ആലോചിച്ച സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ആശയം നല്ലതായതുകൊണ്ട് നമ്മളിത് പറഞ്ഞ ആളുകളൊക്കെ നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 ഇൻവെസ്റ്റർമാരെ കിട്ടിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉറപ്പാണ് ഞങ്ങൾ ഈ 2 പേരെ സമീപിക്കുമ്പോൾ ഞങ്ങൾ നഷ്ടത്തിലാണ്. ഞങ്ങൾക്ക് ഒരു 5 പൈസ ലാഭം ഉണ്ടാക്കി അവരെ കാണിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയാം നമ്മൾ പറഞ്ഞ ആശയത്തിന്റെ ഒരു ആത്മാർത്ഥത അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ പറയുമ്പോ ഞങ്ങളോടുള്ളൊരു ഇതുണ്ടല്ല, ഞങ്ങൾ പറയണത് അതും അവർക്കത് ഫീൽ ചെയ്തിട്ടുണ്ടാവും എന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പൊ എനിക്ക് തോന്നാൻ നമ്മൾ പറയുന്ന ആശയത്തില് നമ്മൾ വിൽക്കുന്ന പ്രോഡക്റ്റിലും 100% സത്യസന്ധത നമ്മൾ കാണിക്കുകയാണെങ്കിൽ ഏതോ ഒരു ശക്തി നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടുവരും. അത് കുറച്ച് ചിലപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് കുറച്ച് സ്ട്രഗിളൊക്കെ ഉണ്ടാവും. പക്ഷെ എങ്കിൽ പോലും അല്ലെങ്കിൽ ഞങ്ങളൊന്നും ഇങ്ങനെ ചെയ്യൂല കേട്ടോ. കാരണം ഞങ്ങളുടെ അടുത്ത് അതിനുള്ള ഒരു തരത്തിലുള്ള എന്തുണ്ടായിരുന്നില്ല, പൈസ കൊണ്ടുള്ള പിൻബലം ഉണ്ടായിരുന്നില്ല. ഇത് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാളുകളും തുടക്കത്തിലുണ്ടായില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇത്രയും ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സന്തോഷം. നിങ്ങൾ ആക്ച്വലി സൈമൺ സെനക്കിന്റെ സ്റ്റാർട്ട് വിത്ത് വൈ വായിച്ചിട്ടുണ്ടോ? ഇല്ല. വായിക്കണം. അതിന്റെ അകത്ത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈവൻ ഇ-കോം ഷോ പ്രോഫിറ്റബിൾ ആണോ വെച്ച് കഴിഞ്ഞാല് ആസ് ഫൗണ്ടേഴ്സ് നമ്മൾ വലിയ സാലറി എടുക്കാത്തതുകൊണ്ടാണ് പ്രോഫിറ്റബിൾ ആയിട്ട് ഇതാവുന്നത്. പക്ഷെ നമ്മൾ വളരെ ക്ലിയറാ, അതായത് എന്തിന് ഞാൻ ഈ ബിസിനസ് ചെയ്യണം, അതിന് അത്രയും കൂടുതൽ ഫീഡ്ബാക്ക് കിട്ടുന്ന അത്രയും കൂടുതൽ ആൾക്കാർ നമുക്ക് എന്താ അവരെ ഗുഡ് വിൽ സാധനം ഉണ്ടല്ലോ, അവര് വന്ന് ഫീഡ്ബാക്ക് തരുമ്പോഴാണ് നമുക്ക് വീണ്ടും ഡോപ്പമൈൻ അടിക്കുന്നത്, ഇനിയും ചെയ്യണം. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഒരു മെത്തഡോളജി സൈമൺ സെനക്ക് സ്റ്റാർട്ട് വിത്ത് വൈയിലെ ആ ഒരു ബുക്കിൽ പറയും. ഇപ്പൊ എന്താ പറയാ ഇ-കോം ഷോയുടെ കാര്യം പറയുമ്പോ നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഇവിടെ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഇല്ല. നമ്മളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മൾ നോർത്ത് ഇന്ത്യൻ D2C ബ്രാൻഡുകൾ കണ്ടിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ നടക്കുന്നത്. കാരണം ഇവിടെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ നമ്മൾ ഇവിടെ പലതും ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇ-കോമേഴ്സിന്റെ ഒരു സ്ട്രാറ്റജി വേറെയാണ്. അപ്പൊ ട്രഡീഷണൽ ബിസിനസ് എൻ്റർ ചെയ്യുന്നവർ വന്നിട്ടുള്ളൂ, ഞങ്ങൾക്ക് ഇ-കോമേഴ്സ് അറിയാം, ഞങ്ങളാണ് അതിന് അങ്ങനെ വന്നിട്ട് ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നുണ്ട്. ശരിക്കും ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങൾ പറയാം, നിങ്ങൾക്ക് പഠിക്കാൻ ഒരുപാട് സോഴ്സ് ഇപ്പൊ ഇ-കോം ഷോ അടക്കം പല സോഴ്സുകളും യൂട്യൂബിലുണ്ട്. നിങ്ങൾ ചെറുതായിട്ട് നിങ്ങൾ സ്വന്തം പഠിക്കാം, എന്നിട്ട് നിങ്ങൾ അടുത്ത ആളെ ഹയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അവരെ മോണിറ്റർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പറ്റിക്കപ്പെടും പല സ്ഥലത്തും ആണെങ്കിലും. ഇത് പ്രശ്നം എന്താ അറിയോ, ഈ ചില ആൾക്കാർക്ക് എനിക്ക് ചെയ്യാൻ അറിയുന്നവർക്കും ആക്ച്വലി അറിയില്ല ഇത് ഇങ്ങനെയല്ല ചെയ്യാൻ. അവിടെയാണ് പ്രശ്നം. അവര് കൽപ്പിച്ചോണ്ട് ഇപ്പൊ ചെയ്യുന്നതായിരിക്കും, പക്ഷെ അങ്ങനെ ആയി പോണ്. ഓക്കെ, എനിവേസ് ഞാൻ ചോദിച്ചത്, ഓക്കെ കണ്ടന്റ് ആ തത്വം എനിക്ക് കിട്ടി, പക്ഷെ കണ്ടന്റ് ക്രിയേഷൻ പ്ലാൻ ഉണ്ടോ? അതെ, ഫോർ എക്സാമ്പിൾ നമ്മൾ ചെയ്യുന്നത് നമ്മള് പോഡ്കാസ്റ്റുകൾ മൊത്തത്തിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് വിൽ സ്കെഡ്യൂൾ ഇറ്റ്, അങ്ങനെ അതിപ്പോ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നമാണ്. എന്താ സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് ഇതിന്റെ ഗ്രോത്ത് സ്റ്റൈൽ നമ്മൾ തുടങ്ങണ സമയത്ത് എന്തായെന്ന് വെച്ചാൽ നമ്മൾ തന്നെ പറയണല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു തുടങ്ങി അത് പറയാൻ പറ്റും എന്നറിയുമ്പോൾ ഈ നടക്കാൻ പഠിച്ച കുട്ടിയുടെ ഒരു പോലെയാണ്, അവൻ ഓടാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ നിരന്തരം ഈ സാധനം നോക്കും, പുതിയ വീഡിയോസ് ഉണ്ടാക്കും, അത് ചെയ്യും, അപ്പൊ ചെറിയ കച്ചവടം വരും, അതിന്റെ ആഹ്ലാദത്തിൽ അടുത്തത് ചെയ്യും. പക്ഷെ ഇത് ചെയ്തൊരു സ്റ്റേജിലെത്തി കഴിഞ്ഞപ്പോ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾക്ക് ഈ ഇതും കൂടി ഒപ്പം തന്നെ ബിസിനസ്സും കൂടി വരുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇതിന്റെ എല്ലാ ഭാഗങ്ങളും ഞാനും അഭിനയം തന്നെ ചെയ്യണം. അപ്പൊ ഓരോ ദിവസം ഒരു പണിയെ നമ്മൾക്ക് ചിലപ്പോൾ ശരിക്കും ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ വെച്ചാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇൻഹൗസ് നമ്മളൊരു സോഷ്യൽ മീഡിയ ടീമിനെ വരെ സെറ്റ് ചെയ്തു, ക്യാമറ ഇതൊക്കെ ചെയ്തു. പക്ഷെ അപ്പോഴും നമ്മൾ സ്ക്രിപ്റ്റും കണ്ടന്റും സംഗതികളൊക്കെ നമ്മൾ തന്നെയാണ് അതെ നമ്മൾ തന്നെയാണ് കൊടുത്തോണ്ടിരിക്കണം. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പണികളുടെ പുറകെ പോകുമ്പോൾ സത്യത്തിൽ ആ സംഗതി അവിടെ നിൽക്കും. ഒന്ന്, അവർക്ക് ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു സംഗതി ഇല്ലാണ്ട് അവരിങ്ങനെ നിൽക്കും, നമ്മൾക്ക് ആവശ്യത്തിനുള്ള ക്രിയേറ്റീവ്സ് കിട്ടൂല. അപ്പൊ എന്ത് പറ്റും, ഇപ്പോ സത്യത്തിൽ ഈ ക്രിയേറ്റീവ്സും ഈ സംഗതികൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ബിസിനസിന്റെ നിലനിൽപ്പുള്ളൂ. അപ്പോ അതും ഇതും കൂടി പോകാന്നുള്ള ഒരു വലിയ ഒരു പ്രശ്നം നമ്മൾ നേരിടുന്നുണ്ട്. അപ്പൊ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു സംഗതി ഇപ്പൊ നിങ്ങൾ പറഞ്ഞ സംഗതിയിൽ നിന്ന് എനിക്കൊരു പോയിന്റ് കിട്ടി. അതായത് അതെ ഒരു പ്ലാൻ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സമയത്തേക്ക് അത് മാറ്റി വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. പിന്നെ ഞങ്ങളിപ്പോ ടീമിന് എടുക്കുമ്പോഴും ഇതിന് പറ്റുന്ന ആളുകളെയും കൂടി ഉണ്ടെങ്കിൽ അപ്പൊ പിന്നെ നമുക്ക് അവരുടെ കൂട്ടത്തിൽ നിന്നിട്ട് കുറച്ചും കൂടി നമ്മൾ ഇത് ചെയ്താൽ മതി. നമ്മളിപ്പോ അഗെയിൻ ഇത് കണ്ടന്റ് ചെയ്യാമോ കച്ചവടം വരും, കച്ചവടം ചെയ്യുമ്പോൾ കണ്ടന്റ് ചെയ്യാൻ പറ്റാത്ത. അപ്പൊ അത് നിങ്ങൾ ബാച്ചിങ് ചെയ്താൽ മതി. അതായത് കണ്ടന്റ് മൊത്തത്തിൽ ഷൂട്ട് ചെയ്യുക. അപ്പം പേഴ്സണൽ കണ്ടന്റ് ആണ്, ഒരു ദിവസം അതിന് ഇടുക,
എന്നിട്ട് അടുത്ത 30 ദിവസം 60 ദിവസം അതൊക്കെ അങ്ങ് ചെയ്യാൻ പറ്റും. അതെ അതെ അതെ. പക്ഷെ ഇത് പിന്നെ കണ്ടന്റ് വരണം, മൂഡ് വരണം, ഇങ്ങനത്തെ അതെ, കുറച്ച് അതെ, പ്രശ്നങ്ങളുണ്ടല്ലോ. അതെ, അതെ, അതെ. അപ്പൊ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പകുതി പ്രശ്നമല്ല, ഒറ്റ പ്രശ്നങ്ങളും തീരും. അല്ലെങ്കിൽ ബിസിനസ് ഇപ്പുറത്ത് വളരും, അത് പൊട്ടിക്കൊണ്ടിരിക്കും. ഇപ്പുറത്ത് നമ്മൾ കണ്ടില്ല, അതും പൊട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഓക്കെ, കമ്മിങ് ടു ദ ലാസ്റ്റ് സെക്ഷൻ ഓഫ് ദ പോഡ്കാസ്റ്റ്. AI എവിടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? അത് പറഞ്ഞിടുക. അത് അതെ, സത്യത്തില് ഞങ്ങളെപ്പോഴും പറയാറ് ചിരിക്കാറുള്ള സംഗതിയാണ്. അതായത് ഈ ChatGPT-യുടെ പ്രായവും ഏതാണ്ട് കിച്ചയുടെ പ്രായവും Same ആണല്ലേ? കൃത്യസമയത്ത് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് ഈ സാലറി കിട്ടി. അപ്പൊ എന്തോ സ്റ്റഡി തുടക്കത്തിലേ തന്നെ ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾ ആദ്യം വെബ്സൈറ്റ് ചെയ്തു അല്ലെങ്കിൽ മറ്റു സംഗതി. അപ്പം ഈ നമ്മള് ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതാനൊക്കെ നമുക്ക് പറ്റും. പക്ഷെ എങ്കിൽ പോലും ഇതിന്റേതായ ഒരു ഭാഷയും അതിന് സ്ട്രക്ചർ ചെയ്യല്, ഘടന, ഇങ്ങനെ കുറെ സംഗതികളുണ്ടല്ലോ. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾക്ക് തുടക്കത്തിൽ വേറെ ആരുടെ സഹായം തേടേണ്ടി ഒന്നുമില്ല. അപ്പൊ ഈ സംഭവങ്ങള് നമ്മൾക്ക് അത് എന്ത് വേണം എന്നുള്ള ധാരണ നമുക്കുണ്ടെങ്കിൽ ബാക്കി സംഗതി നമ്മൾക്ക് ഇവിടെ നിന്ന് കുറെയൊക്കെ സംഗതികൾ ചെയ്തു. പിന്നെ അതിൽ വരുന്നതിൻ്റെ അകത്ത് കറക്ഷൻ നടത്താനും ആ ഒരു ധാരണ കൂടി നമുക്ക് വേണം. അങ്ങനെയാണെങ്കിൽ ഇതിനെ വളരെ സുന്ദരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ എനിക്ക് തോന്നുന്നു അതിൽ കുറച്ചും കൂടി കൂടുതൽ അബിന് പറയാൻ പറ്റും. മിക്കവാറും അബിന്റെ ഒരു ദിവസത്തില് എന്നോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അബിൻ സംസാരിക്കാറ്. ഇപ്പൊ മെറ്റാഡാണെങ്കിലും എല്ലാത്തിനും റിപ്പോർട്ടുകൾ വെച്ചിട്ട് ഫൈനലൈസ് ചെയ്യണം. അതായത് അവർക്ക് കൊടുക്കും. ക്ലൗഡ് ഉപയോഗിക്കുന്നുണ്ട്, GPT മറ്റേ ChatGPT ഉപയോഗിക്കുന്നുണ്ട്, ജെമിനി ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ സെർച്ചിങ്ങിന് പെർപ്ലിസിറ്റിയാണ് ഉപയോഗിക്കണം. അങ്ങനെ ഉള്ള എല്ലാ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ ചിലപ്പോൾ റിപ്പോർട്ടുകൾ അവതരിപ്പിക്കേണ്ടി വരാം. അങ്ങനെയൊക്കെ പ്രസന്റേഷനൊക്കെ വേണ്ടി നമ്മൾ പ്രോപ്പർ ഒരു ബിസിനസ് പിച്ചൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അതിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഗാമ യൂസ് ചെയ്യില്ലോ? ഇല്ല, ഗാമ ഉപയോഗിക്കില്ല. കാരണം വെച്ചാൽ അന്ന് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ GPT-കൾ വന്നതിന് ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്ര സ്റ്റാഫിന്റെ എണ്ണം കൂടുതൽ. അല്ലെങ്കിൽ നമ്മളിത് ഇതുണ്ടാക്കാൻ ഒരു 2 ആഴ്ച ഇരിക്കേണ്ടി വരും. ഇപ്പൊ ഇൻ കേസ് ഇപ്പൊ ഒരാളെ മീറ്റ് ചെയ്യാൻ പോകണം, നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് പറയണം, ഇതൊക്കെ ഇത് സ്ട്രക്ചറായിട്ട് അവനിക്ക് വായിക്കാൻ ചെറുതായി കൊടുക്കണമല്ലോ. അത് നമ്മൾ എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ 2 ആഴ്ച അവിടെ പോകും. അത് 5 മിനിറ്റ് കൊണ്ട് പുള്ളി സെറ്റാക്കി നമ്മൾ, അതായത് നമ്മള് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടേനാണ്. അപ്പൊ നമ്മളെ കുറിച്ച് ഫുൾ പ്രൊജക്റ്റും അറിയാം. അത് കൊടുത്തു കഴിയുമ്പോൾ നീ അന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഇത് അപ്പൊ ഓക്കെ. അപ്പൊ നമുക്ക് അന്നൊരു പ്ലാൻ പറഞ്ഞാൽ അത് നമ്മൾ അന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി ഇപ്പൊ ഇങ്ങനെ ചെയ്താൽ സബ്സ്ക്രിപ്ഷൻ എടുത്തുകൊണ്ട് നമ്മുടെ പ്രൊജക്റ്റ് ആയിട്ടുള്ള ഇട്ടാണത്. ചില പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റിനുള്ള എല്ലാ ഡിസ്കഷനും അവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ ഹയറിങ്ങിനുള്ള പോസ്റ്റ്, മറ്റേ എന്താ പറയാ, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണതും ഹയറിന്റെ പോസ്റ്റർ റെഡി ആക്കണതൊക്കെ GPT ഉപയോഗിച്ചാണ്. വീഡിയോ ജനറേഷൻ, ഇമേജ് ജനറേഷൻ ഇല്ല. വീഡിയോ ജനറേഷൻ നമ്മളൊന്നില്ലേ അതർ മാർക്കറ്റിലോട്ട് ഇറങ്ങാൻ വേണ്ടി ഇപ്പൊ നമുക്ക് ട്രയൽ എടുക്കണമല്ലോ. അപ്പൊ ഞങ്ങൾ മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാടൊക്കെ നമ്മൾ ചെയ്തിരുന്നു, ട്രയൽ അടിച്ചിരുന്നു. അപ്പൊ അങ്ങനെ പ്രോപ്പർ ആയിട്ടില്ല. അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അന്ന് കണ്ടന്റ് നമ്മൾ ഇൻഫ്ലുവൻസറിന് എടുത്തു കഴിഞ്ഞാൽ അത്ര സെറ്റപ്പിൽ പറയില്ല. പിന്നെ അത് ടൈം കൺസ്യൂമിങ് അയാളെ പോയി അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ നിലവിൽ നമ്മുടെ കണ്ടന്റ് ഫുള്ളാണല്ലോ നമ്മൾ മലയാളത്തിൽ. അപ്പൊ ഈ കണ്ടന്റ് എടുത്തിട്ട് നമ്മള് ഹേജനും പിന്നെ മറ്റേ പ്ലാറ്റ്ഫോമിന്റെ പേര് മറന്നുപോയി, മറ്റേ വോയിസ് Eleven Labsഉം മറ്റേ ഹേജനും എടുത്തിട്ട് വോയിസ് ക്ലൗൺ ചെയ്ത് പുള്ളിയുടെ ക്ലൗൺ ചെയ്തിട്ട് മറ്റേ വീഡിയോയില് ഞാൻ തമിഴ് പഠിച്ചിട്ട് പറഞ്ഞതാണെന്ന് ഞങ്ങൾ കുറെ പേരുടെ അടുത്ത് ടെസ്റ്റ്. അപ്പൊ ഇത് ഇങ്ങനെ കാണാപ്പാടെ കുറിച്ച് അറിയില്ലാത്തവരുടെ ഞങ്ങൾ അങ്ങനെ ചോദിച്ചു, അവരെ കൊണ്ടുപോയി കാണിച്ചാൽ നോർമൽ ഒരു നമ്മുടെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ 25 to 55 ഏജ് ഒക്കെയാണ് നമ്മുടെ ഒരു കസ്റ്റമർ സെഗ്മെന്റ്. ഈ 55 അവർക്കൊന്നും അറിയില്ല തമിഴാണോ ഞങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ ഒരു 7 ലാംഗ്വേജിലോട്ട് മലയാളം നമ്മുടെ കയ്യിലുണ്ടല്ലോ, ഇംഗ്ലീഷ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ, തമിഴ്, ഇത്തരം ഭാഷയിലോട്ട് ഒരു കണ്ടന്റ് പീസ് അങ്ങനെ ഞങ്ങൾ കുറച്ച് ആഡ് റൺ ചെയ്ത് നോക്കി. കുറച്ച് സെയിൽ കിട്ടി. അപ്പൊ നമുക്ക് മാർക്കറ്റിൽ ഓപ്പണിംഗ് ഉണ്ടെന്ന് മനസ്സിലായി. ക്യാക്ക് കൂടുതലാണ്. പക്ഷെ ഇനി നമുക്ക് മറ്റേ ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിക്കാം. അങ്ങനെ വേണമെങ്കിൽ അവിടെ നിന്ന് ഒരു ടെസ്റ്റ് ചെയ്ത് ഓൾറെഡി ഇല്ല കണ്ടന്റ് വെച്ച് നിങ്ങൾ റൺ ചെയ്ത് നോക്കി. കസ്റ്റമർ അക്വിസിഷൻ കൂടുതലാണ്. അത് കൂടാൻ കാരണം ട്രസ്റ്റ് ബിൽഡ് അറിയില്ലല്ലോ. പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാ സ്ഥലത്തേക്കും പോകാതെ ഇതിലിപ്പോ കൂടുതൽ റിസൾട്ട് ഉണ്ടായ ഇവിടെ ചെയ്ത പോലെ തന്നെ ആദ്യം റെപ്ലിക്കേറ്റ് ചെയ്യാം. ഞാൻ എപ്പോഴും പറയാം, ഞങ്ങള് ഒരു ചാനൽ ഫോക്കസ് ചെയ്യുക, ഒരു സ്റ്റേറ്റ് ഫോക്കസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാൻ അറിയില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ GCC റൺ ചെയ്യാം. കാരണം അവിടെ അത്രയും കൂടുതൽ മലയാളം സ്പീക്കിംഗ് ഓഡിയൻസ് ഇൻ GCC ഓർ US ഓർ യൂറോപ്പ്.
ഇത് അഗെയിൻ നിങ്ങൾ കേരളം മാത്രമേ അഗെയിൻ ടാർഗറ്റ് ഇല്ല, ചെയ്യുള്ളൂ. ഇത് നമ്മൾ അന്ന് ആഡ് റൺ ചെയ്തപ്പോ ഇതിനൊരു ഇതുണ്ട്. നമുക്കൊരു ഇൻഫ്ലുവൻസർ വന്നപ്പോ നല്ല ബൂം വന്നില്ലേ, അന്ന് നമ്മൾ ഇതൊന്നും ടീം സെറ്റ് ആയിട്ടുണ്ടായില്ല. അന്ന് നമുക്ക് വന്ന എൻക്വയറി US, UK, കാനഡ, മലേഷ്യ, ദുബായ്, മിഡിൽ ഈസ്റ്റ് മൊത്തം അങ്ങോട്ട് ഷിപ്പിംഗ് കൊണ്ടുപോകും. ഇതായിരുന്നു ചോദ്യം. അപ്പൊ നമുക്ക് അന്ന് ഷിപ്പിംഗ് ഉണ്ട്. ഷിപ്പിംഗ് ഉണ്ട്, പക്ഷെ ഞങ്ങളന്ന് അവൈലബിൾ അല്ല. ഞങ്ങൾ മറ്റേ ഐ കോഡ് ഒന്നും എടുത്തിട്ടുണ്ടായില്ല. ഇപ്പൊ ഞങ്ങളെല്ലാം സെറ്റ് ആണ്, നമുക്ക് ഇപ്പൊ അയച്ചു കൊടുക്കാൻ. ഓ അടിപൊളി. അപ്പൊ അതിന് സാധ്യത ഉണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് അയക്കാനുള്ള. അതെ, നമ്മള് എത്രത്തോളം നമ്മൾ ഒരു സാധനത്തിൽ ഒരു ചാനല്, ഒരു സെഗ്മെന്റ്, ഒരു സ്റ്റേറ്റ്, ഒരു ലാംഗ്വേജ് ഫോക്കസ് ചെയ്യാം, നമുക്ക് അത്രയും കൂടുതൽ സാധനങ്ങൾ അവിടെ തന്നെ ചെയ്യാനുണ്ടാവും. ഇനിയിപ്പോ നമ്മള് കണ്ടുപിടിച്ച മെത്തേഡ് റിപ്ലിക്കേറ്റ് ചെയ്താൽ മതി. അത് ഇവിടെ സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതേ സാധനം കോപ്പി പേസ്റ്റ് ഈ സാധനം തന്നെ. അപ്പൊ എനിവേസ് ഐ തിങ്ക് വി ഡിസ്കസ്ഡ് എ ലോട്ട്. നിങ്ങളെ മൊത്തം ഹിസ്റ്ററി നമ്മൾ കണ്ടു. ഇനി നിങ്ങള് പിന്നെ കോടികൾ ടേൺ ഓവർ ഇയർലി അല്ലേ, കോടികൾ ടേൺ ഓവർ മന്ത്ലി വരട്ടെ. അപ്പൊ നമുക്ക് വീണ്ടും ഇരിക്കാം എങ്ങനെ അവിടെ സ്കെയിലിൽ എത്തിയത്. താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു.